ചെയ്തതാണ്. ഓക്കെ, പ്ലേറ്റോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് അരിസ്റ്റോട്ടിൽ. അപ്പം അരിസ്റ്റോട്ടിൽ അതുപോലെ അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ഇതാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്ലേറ്റോ നമ്മൾ ഇന്നലെ കവർ ചെയ്ത് പ്ലേറ്റോയുടെ കാര്യങ്ങൾ മനസ്സിലുണ്ടാകണം. പ്ലേറ്റോ എന്താണ് പറഞ്ഞത് എന്നൊക്കെ ഉള്ളത് മനസ്സിലുണ്ടാകണം. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. പ്ലേറ്റോ എന്ന് പറയുന്നത് പ്ലേറ്റോ എന്ന് പറയുന്ന ആള് ഒരു ഐഡിയലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ വിശ്വസിക്കുന്ന ആളാണ്. ശരിയാണോ? യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. പ്ലേറ്റോ എന്ന് പറയുന്ന ആൾ ഒരു ഐഡിയലിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ വിശ്വസിക്കുന്ന ആളാണ്. ഐഡിയലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്ന ആളാണ്. ശരിയാണോ? ഓക്കെ. പ്ലേറ്റോ പ്രധാനമായും 3 ക്ലാസ്സുകൾ ഉണ്ടെന്ന് പറയുന്നു. അതായത് ഒരു സമൂഹത്തിന് 3 ക്ലാസ്സുകൾ ഉണ്ടാവണം. അതിന് അദ്ദേഹം ഒരു തിയറിയിലെ പേരിലും പറയുന്നുണ്ട്. ഒരു ട്രൈപാർട്ടൈറ്റ് സോൾ എന്ന് പറഞ്ഞിട്ടൊരു തിയറി പേര് പറയുന്നുണ്ട്. അത് ശരിയാണോ? സോൾ എന്ന് പറയുന്ന 3 ക്ലാസ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ശരിയാണോ? ഓക്കെ. അതിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഫിലോസഫർ കിങ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. ആ ഫിലോസഫർ കിങ് എന്ന് പറയുന്ന ഐഡിയയിൽ എന്ത് സംഭവിക്കുന്നു? ഫിലോസഫർ കിങ് ആണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. ആ ഫിലോസഫർ കിങ് സമൂഹത്തിലെ ഏതൊരാൾക്കും ആകാൻ കഴിയും എന്ന ഇക്വാളിറ്റിയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അത് ആകണമെങ്കിൽ കുറെ പ്രോസസ്സുകൾ കടന്നു വരണം, അല്ലെ? ഒരു 3 ഘട്ടങ്ങൾ കടന്നു വരണം. ആ ഘട്ടങ്ങളിലൂടെ എക്സാംസ് ഉണ്ടാവും. ആ എക്സാംസ് പാസ്സാകണം. എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഒരു ഫിലോസഫർ കിങ് എന്ന് പറയുന്ന ഒരു പോർഷനിലേക്ക് എത്താൻ ചാൻസ് ഉള്ളത്. പിന്നെ ഏറ്റവും പ്രധാനമായ പ്ലേറ്റോ അവസാനം പറഞ്ഞു വയ്ക്കുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. പ്ലേറ്റോ കമ്മ്യൂണിസം എന്ന് പറയുന്ന കമ്മ്യൂണിസം ഓഫ് വൈബ്സ് ആൻഡ് പ്രോപ്പർട്ടി, ഏതൊക്കെ ക്ലാസ്സിനാണ് കമ്മ്യൂണിസം ഓഫ് വൈബ്സ് ആൻഡ് പ്രോപ്പർട്ടി വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു ക്ലാസ്സിനെ ഒഴിവാക്കിയും ബാക്കി 2 ക്ലാസ്സിനെ ഇൻക്ലൂഡ് ചെയ്തുമാണ് പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ക്ലാസ്സിനെയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്, വൈഫ് എന്ന് പറയുന്നതും പ്രോപ്പർട്ടി എന്ന് പറയുന്നതും കമ്മ്യൂണിസ്റ്റ് ഐഡിയയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ ക്ലാസ്സിനോടാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയയും കമ്മ്യൂണിസത്തിന്റെ വൈഫ്സ് എന്ന് പറയുന്ന ഐഡിയയും പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഐഡിയയും കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുന്നത്? 2 ക്ലാസ്സിന് അത് ബാധകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ക്ലാസ്സിനാണ്? 2 ക്ലാസ്സിന് കമ്മ്യൂണിസം ഓഫ് വൈഫ്സ് ആണ്. അവർക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല, അവർക്ക് പ്രൈവറ്റ് ആയിട്ടൊരു ഫാമിലി ഇല്ല, പ്രൈവറ്റ് ആയിട്ടൊരു വൈഫ് ഇല്ല എന്ന് പറയുന്ന 2 ക്ലാസ്സുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ക്ലാസ് ഒക്കെയാണ്? സോൾജിയറും ഫിലോസഫർ കിങ് എന്ന് പറയുന്ന ക്ലാസ്സിനാണ് അതുള്ളത്. ഓക്കെ, ഒരാൾ മാത്രമാണ് കുറച്ച് കാര്യമായിട്ട് ചാറ്റ് ചെയ്യുന്നത്, ബാക്കി ആരും ഓർക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഡെയിലി പഠിപ്പിക്കുന്ന സാധനങ്ങൾ എടുത്ത് നോക്കുന്നതാണ് നല്ലത്. റെക്കോർഡ് കാണുന്ന ആൾക്കാർക്കും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഡെയിലി ഒന്ന് റിവൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാ സാറന്മാരും പഠിപ്പിച്ച് പോകുന്നതായിരിക്കും, പക്ഷെ ഡെയിലി ഒന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ ഇത് മറന്നു പോകും, ഷുവറായിട്ട് മറന്നു പോകും. ഭയങ്കരമായിട്ട് റിമെമ്പറിങ് പവറുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എല്ലാവരും മറന്നു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം എന്ത് ചെയ്യണം? ഡെയിലി ഒരു റിവിഷൻ നടത്തുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു ക്ലാസ് എടുത്തതിന് ശേഷം ഒരു റിവിഷൻ നടത്തുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ ഇതൊക്കെ മറന്നു പോകും എന്നുള്ളതാണ്. ഇനി അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ആളിനെ കുറിച്ചാണ് പറയുന്നത്. സോ അരിസ്റ്റോട്ടിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ പ്രധാനമായും കേട്ടിട്ടുള്ള ഒരാൾ അരിസ്റ്റോട്ടിലാണ്. സോ അരിസ്റ്റോട്ടിൽ നമ്മൾ 3 പേരെ കുറിച്ചാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. സ്പാ എന്ന് പറയും. 3 പേരെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. 3 പേരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ സോക്രട്ടീസ് കാര്യമായി ബുക്സോ അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങളോ എഴുതാത്തത് കൊണ്ട് തന്നെ സോക്രട്ടീസിനെ കുറിച്ച് നമ്മൾ അധികം പഠിക്കുന്നില്ല. പ്ലേറ്റോയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ഈ അരിസ്റ്റോട്ടിലാണ് ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നറിയപ്പെടുന്നത്. അത് നിങ്ങൾക്ക് അറിയാം, ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും പ്ലേറ്റോയെ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയാത്തത്? പ്ലേറ്റോ ആണല്ലോ ആദ്യം ഉണ്ടായിരുന്നത്, ആധികാരികമായി സംസാരിച്ചിട്ടുള്ള ഒരാളും പ്ലേറ്റോയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആവുന്നത്? പ്ലേറ്റോ അല്ലേ ആകേണ്ടത്? അങ്ങനെയാണ്. പ്ലേറ്റോയോ സോക്രട്ടീസ് എഴുതിയിട്ടില്ല, എന്നാലും പ്ലേറ്റോ പോലുള്ള ഒരാളല്ലേ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആവാത്തത്? എന്തുകൊണ്ടായിരിക്കാം പ്ലേറ്റോ ഒരു ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആയിട്ട് അറിയപ്പെടാതെ അരിസ്റ്റോട്ടിലിനെ പറയുന്നത്? ആർക്കെങ്കിലും പറയാമോ? അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈഡ് ഗവൺമെന്റ്സ്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും റീസൺ? അരിസ്റ്റോട്ടിൽ കുറെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്.
പ്ലേറ്റോയെക്കാളും നോളജ് ഉണ്ട് എന്നതിനപ്പുറം അരിസ്റ്റോട്ടിൽ എല്ലാത്തിനെയും ഒരു ലോജിക്കൽ സയന്റിഫിക് കാൽക്കുലേഷനിലേക്ക് കൊണ്ടുവന്നിരുന്നു. ലോജിക് സയന്റിഫിക് ഇതിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ്. പ്ലേറ്റോ എന്താ പറഞ്ഞിരുന്നുള്ള ഐഡിയ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഫിലോസഫർ കിങ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അതുപോലെ വേറെ കുറെ ഐഡിയാസ് ഉണ്ട്. അലഗറി ഓഫ് കേവ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയിലൂടെ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു. ഈ ഐഡിയാസ് ആണ് പറയുന്നത്. പക്ഷെ അരിസ്റ്റോട്ടിൽ അങ്ങനല്ല. അരിസ്റ്റോട്ടിൽ കുറച്ചും കൂടെ സയന്റിഫിക്കലായിട്ട് തെളിയിച്ചു തന്നു, ലോജിക് പരമായി സയന്റിഫിക് ആയിട്ട് തെളിയിച്ചു തന്നു. അരിസ്റ്റോട്ടിൽ കുറെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു, അതുപോലെ കുറെ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തു. പിന്നെ പ്ലേറ്റോയുടെ തന്നെ വർക്കിനെ അരിസ്റ്റോട്ടിൽ ക്രിട്ടിക്കലായിട്ട് എതിർത്തു. എന്നിട്ട് കുറെ തെളിവുകൾ നിലനിർത്തി ഒരു എംപിരിക്കൽ സ്റ്റേറ്റിൽ, അതായത് സയന്റിഫിക്കലായിട്ട് തെളിവുകളോടുകൂടി എന്ത് ചെയ്തു, യെസ്, കുറച്ചും കൂടെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടാണ്, സയന്റിഫിക് ആക്കിയത് കൊണ്ടാണ് ഫിലോസഫി എന്ന് പറയുന്ന മേഖലയെ സയന്റിഫിക്കും കൂടെ ലോജിക്കും എംപിരിക്കലുമായിട്ട്, എംപിരിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ തെളിവുകളോടുകൂടി തെളിയിച്ച് പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് അരിസ്റ്റോട്ടലിനെ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയാൻ കാര്യം. അരിസ്റ്റോട്ടലും മെറ്റാഫിസിക്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഈ ലോകം മാത്രമല്ല, ഇത് ഈ ലോകത്തിന് പുറമെയുള്ള ലോകത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനെയാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. അതുപോലെ പ്ലേറ്റോ എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് ചിന്താഗതിക്കാരനായിരുന്നു. ഡിഡക്റ്റീവ് ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ്, രണ്ട് തരത്തിലുള്ള സ്റ്റഡി ഉണ്ട്, ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ആർക്കെങ്കിലും അറിയാമോ? ഇത് എല്ലാവർക്കും അറിയേണ്ട ഒരു ഇതാണെന്നല്ലോ. ഡിഡക്റ്റീവ് റിസർച്ച് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ റിസർച്ച് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കാറുണ്ട്, അതല്ലെങ്കിൽ ജനറൽ പേപ്പറുകളൊക്കെ പഠിക്കാറുണ്ട്. ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ്. എന്താണ് ഡിഡക്റ്റീവ്, എന്താണ് ഇൻഡക്റ്റീവ്? എന്താണ് ഡിഡക്റ്റീവ്, എന്താണ് ഇൻഡക്റ്റീവ്? അറിയാമോ? അറിയാമെങ്കിൽ എസ്, അല്ലെങ്കിൽ അറിഞ്ഞൂടെങ്കിൽ നോ. അറിയാമോ, അറിഞ്ഞൂടെ? ജനറൽ ടു പർട്ടിക്കുലർ. ഓക്കെ, ജനറൽ ടു പർട്ടിക്കുലർ ആണ് ഡിഡക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി. ജനറൽ ടു പർട്ടിക്കുലർ ആണ് ഡിഡക്റ്റീവ് എന്ന് പറയുന്നത്. എന്ത് ജനറൽ ടു എന്ത് പർട്ടിക്കുലർ, അവിടെയാണ് ഇതിന്റെ പ്രശ്നം. അതായത് ഒരു വിഷയം, ഏത് വിഷയം ആയിക്കോട്ടെ, റിസർച്ച് ആയിക്കോട്ടെ, ഏത് ടോപ്പിക്കോ ആയിക്കോട്ടെ, ഈ ടോപ്പിക്കിൽ നമ്മൾ ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്താണ് ആ പ്രോബ്ലത്തിലേക്ക് പോകുന്നത് എങ്കിൽ, ഇപ്പൊ ഇൻഡിവിജ്വലിന് ഒരാൾക്ക് ഒരു ചെറിയ ഇതുണ്ടായി, ഇപ്പൊ എന്താണ്, ഒരു വൈറൽ ഫീവർ കാരണം ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ വൈറൽ ഫീവർ ആണ് റീസൺ. അപ്പൊ ഇൻഡക്റ്റീവ് ആണ്, വളരെ പർട്ടിക്കുലർ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു, ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു. പക്ഷേ അതിന്റെ യഥാർത്ഥ റീസൺ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പൊല്യൂഷൻ ആയിരിക്കാം. ചിലപ്പോൾ വാട്ടർ പൊല്യൂഷൻ ആയിരിക്കാം, ഒരു റിവറിൽ നിന്ന് വെള്ളം കുടിച്ചതിന്റെയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വെള്ളം വന്നതിന്റെയോ ആ വെള്ളം കുടിക്കേണ്ടി വന്നതൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കാം. അതായത് ഒരു പോയിന്റിൽ നിന്ന്, ഒരു ഇൻഡിവിജ്വൽ പോയിന്റിൽ നിന്ന് വളരെ ജനറൽ ആയിട്ട് ഒരു പോയിന്റിലേക്ക് തിരിച്ചു പോകുക എന്ന് പറയുന്നതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ ജനറൽ ആയിട്ട് കാര്യങ്ങൾ പറയും, എന്നിട്ട് നേരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പർട്ടിക്കുലർ പോയിന്റിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ ഇൻഡക്റ്റീവ് മെത്തേഡിന്റെ ആളാണ്, പ്ലേറ്റോ ഡിഡക്റ്റീവ് മെത്തേഡിന്റെ ആളാണ് എന്നുള്ളത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇനി അരിസ്റ്റോട്ടലിന്റെ സ്കൂളിന്റെ പേരാണ് ലൈസിയം. അങ്ങനെയാണെങ്കിൽ പ്ലേറ്റോന്റെ സ്കൂളിന്റെ പേരെന്താണ്? പ്ലേറ്റോന്റെ സ്കൂളിന്റെ പേര് ഇന്നലെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? അരിസ്റ്റോട്ടലിന്റെ പേര് ലൈസിയം. പ്ലേറ്റോയുടെ എന്തായിരുന്നു? പ്ലേറ്റോയുടെ അക്കാദമി എന്ന് പറയും. ഇന്നലത്തെ നോട്ടിലുണ്ടായിരുന്നു പ്ലേറ്റോയുടെ അക്കാദമി എന്ന് പറയും. സോ അരിസ്റ്റോട്ടിലും പ്ലേറ്റോയ്ക്കും രണ്ട് സ്കൂളുണ്ട്, അക്കാദമി എന്ന് പറയുന്ന ഒരു സ്കൂളും ഉണ്ട്. ഇനി അരിസ്റ്റോട്ടിൽ കുറച്ചും കൂടെ റേഷണൽ, അതുപോലെ സയന്റിഫിക് ആണ് എന്നുകൂടെ മനസ്സിലാക്കണം. റേഷണൽ ആണ്, സയന്റിഫിക് ആണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ പ്ലേറ്റോ പഠിപ്പിച്ചപ്പോഴും കുറെ മെത്തേഡ്സ് ഒക്കെ ഇവിടെ കൊടുത്തിരുന്നു. ആ മെത്തേഡ്സിന്റെ പേരുകൾ പഠിക്കുന്നത് നല്ലതാണ്. ഒന്ന് എംപിരിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ. എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ തെളിവുകളോടുകൂടി, അതായത് എവിഡൻസോട് കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എംപിരിക്കൽ. പിന്നെ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവും. ടിലിയോളജിക്കൽ അപ്രോച്ച്, ഇന്നലെ ടിലിയോളജിക്കൽ അപ്രോച്ച്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലാക്കാനാണ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്ന ചിലപ്പോൾ ചാൻസ് പറയാം. പക്ഷെ ടിലിയോളജിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഇവിടെ പല ആൾക്കാരും ടീച്ചറാണ്, ടീച്ചിങ് ചെയ്യുന്നതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. പൈസ എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടും, പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു പർപ്പസ് ഉണ്ടായിരിക്കും, ഒരു ഇന്നർ പർപ്പസ് ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് ഒരു ഇന്നർ പർപ്പസ് ഉണ്ടായിരിക്കും. എല്ലാവർക്കും കിട്ടാത്ത ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. എല്ലാവർക്കും വ്യത്യസ്തമായ പർപ്പസ് ആയിരിക്കും ഒരു കാര്യം ചെയ്യാനായിട്ട് ഉണ്ടാവുക. അപ്പോൾ എവറിത്തിങ് ഇൻ നേച്ചർ ഹാസ് എ പർപ്പസ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു പർപ്പസ് ഉണ്ട് എന്ന ഐഡിയ ആണ് ടെലിയോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്.
അതായത് നിങ്ങൾ ഒരു ഗുഡ് സിറ്റിസൺ ആകണമെങ്കിലോ, നിങ്ങളൊരു ഗുഡ് ലൈഫ് നടത്തണമെങ്കിലോ, സ്റ്റേറ്റിൽ വിശ്വസിക്കണമെങ്കിലോ, സ്റ്റേറ്റിലെ കാര്യങ്ങൾ നോക്കണമെങ്കിലോ എല്ലാത്തിനും ഒരു പർപ്പസ് വേണം. ആ പർപ്പസ് ആണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുക. അതാണ് ടെലിയോളജിക്കൽ അപ്രോച്ച്. ആ അപ്രോച്ചിൽ വിശ്വസിക്കുന്ന ആളാണ് ആര്? പ്ലേറ്റോ എന്ന് പറയുന്ന ആൾ. ഇനി പ്ലേറ്റോയും പ്ലേറ്റോ അല്ല, അരിസ്റ്റോട്ടിലും. ഇനി പ്ലേറ്റോ ഇന്നലെ എന്താ പറഞ്ഞത്? ഇന്നലെ പറഞ്ഞ് ഒന്ന് ആലോചിച്ചു. ഇന്നലത്തെ പ്ലേറ്റോയുടെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. പ്ലേറ്റോയുടെ ക്ലാസ് ഇന്നലെ കേൾക്കാത്തവർ ഒന്നുകൂടെ പോയി കേൾക്കുക. പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് പോയി കേൾക്കാം. പ്ലേറ്റോ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, തിയറി ഓഫ് ഫോംസ് എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു. പ്ലേറ്റോ തിയറി ഓഫ് ഫോംസ് എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു അല്ലേ? തിയറി ഓഫ് ഫോംസ് എന്ന് പറഞ്ഞാൽ ഐഡിയ ആണ് പറയുന്നത്. കറക്റ്റ് ഒരു ഐഡിയ. ഇവിടെ ഒരു ഐഡിയ ഉണ്ട്, ഇത് പക്കയാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒരു ഐഡിയ ഉണ്ട്, അത് പക്കയാണെന്നാണ്, ഏറ്റവും പെർഫെക്റ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എല്ലായ്പ്പോഴും നിങ്ങൾ പറയുന്ന കണക്ക് ഒരു ഐഡിയ പറഞ്ഞാൽ ആ ഐഡിയ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കാം. അതായത് ഉദാഹരണം പറഞ്ഞാൽ പ്ലേറ്റോ, ഞാനിത് മനസ്സിലാകാൻ വേണ്ടിയാണ് ആപ്പിളിലേക്ക് പടം തന്നിരിക്കുന്നത്. പ്ലേറ്റോ ആപ്പിളിനെ വെച്ചൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, എക്സാമ്പിളിന് വേണ്ടിയാണ്. അതല്ലാതെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ക്വസ്റ്റ്യൻ ആപ്പിള് എങ്ങനെ പ്ലേറ്റോ പറഞ്ഞു ചോദിക്കാൻ പോകുന്നില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇനി പ്ലേറ്റോയുടെ വേൾഡ് ഓഫ് ഫോംസ് എങ്ങനെയാണ്? പ്ലേറ്റോയുടെ വേൾഡ് ഓഫ് ഫോംസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ് പറയുന്നതെങ്കിൽ, ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ ആപ്പിൾ അല്ലേ വരിക? എപ്പോഴും ഈ ഒരു ചുവപ്പ് ആപ്പിൾ അല്ലേ ആയിരിക്കും വരിക? ആപ്പിൾ എന്ന് പറയുമ്പോൾ ആദ്യം ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പിൾ ആയിരിക്കില്ല വരുന്നത്, ഇതല്ലേ വരിക? എപ്പോഴും ഒരു ചുവപ്പ് ആപ്പിൾ അല്ലേ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക? ഓൾമോസ്റ്റ് എല്ലാവർക്കും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ചുവപ്പ് ആപ്പിൾ അല്ലേ ആയിരിക്കും മനസ്സിൽ വരിക? ചുമപ്പ് ആപ്പിൾ ആയിരിക്കുമ്പോൾ മനസ്സിൽ വരിക? ചാറ്റ് ബോക്സിൽ പറയും. ഒരു ആപ്പിളിനെ ചിന്തിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പിൾ ആയിരിക്കില്ലേ മനസ്സിൽ വരിക? എല്ലാവർക്കും, ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അതിനെയാണ് പ്ലേറ്റോ എന്ത് പറയുന്നത്? ഐഡിയ എന്ന് പറയുന്നത്. പ്ലേറ്റോയുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ, ആപ്പിൾ എന്ന ഫിലോസഫിക്ക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ആപ്പിൾ പ്ലേറ്റോയുടെ ഫിലോസഫിയിൽ ഇല്ല. ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് പ്ലേറ്റോയ്ക്ക്. മനസ്സിലായോ? പക്ഷെ അരിസ്റ്റോട്ടലിന് അങ്ങനല്ല. അരിസ്റ്റോട്ടലിന് ഒരു ഐഡിയ അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിന് ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ പ്രത്യേകം ആയിട്ടൊന്നുമില്ല. നിങ്ങളൊരു കാര്യം വിശ്വസിക്കുന്നുണ്ട്, നിങ്ങളൊരു ഫിലോസഫി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളൊരു കാര്യത്തിൽ ഒരു മാറ്റർ ഉണ്ട്, ഒരു ലോകത്തൊരു കാര്യം ഉണ്ട് എങ്കിൽ ആ കാര്യങ്ങളും, അതായത് ആ ഫോമും, ഏറ്റവും ഫോം എന്ന് പറയുന്നതും ആ മാറ്റർ എന്ന് പറയുന്നതും ഇതിനുള്ളിൽ തന്നെ ആയിരിക്കും. അല്ലാതെ പക്ക പെർഫെക്ഷൻ ആയിട്ടൊരു സാധനം ഇല്ല. പക്ക പെർഫെക്ഷൻ ആയിട്ടൊരു സാധനം ഇല്ല. എന്റെ വോയിസ് ഡിസ്റ്റർബ് ആകുന്നില്ല, പുറത്ത് നല്ല മഴ പെയ്യാണ്, അതാണ്. വോയിസ് ഡിസ്റ്റർബ് ആകുന്നുണ്ടോ? വോയിസ് ഡിസ്റ്റർബ് ആകുന്നുണ്ടോ? ഇല്ല. ഓക്കെ. പുറത്ത് നല്ല മഴയാണ്ട് എനിക്കറിയാൻ പറ്റുന്നില്ല. എനിക്ക് ഈ ഷീറ്റിന്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ പ്ലേറ്റോയുടെ വേൾഡ് ഓഫ് ഫോംസ് എന്ന് പറഞ്ഞാൽ, പ്ലേറ്റോയുടെ വേൾഡ് ഓഫ് ഫോംസ് എന്ന് പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ഐഡിയ. പ്ലേറ്റോയുടെ വേൾഡ് ഓഫ് ഫോംസ് പക്ക പെർഫെക്റ്റ് ഐഡിയയും, അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞാൽ വേൾഡ് ഓഫ് ഫോമും, ഈ പറയപ്പെടുന്ന കാര്യങ്ങളും മാറ്ററും എല്ലാം ഒന്നാണ്. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പക്ക പെർഫെക്റ്റ് ഫോം ഒന്നും ഇല്ല. അതായത് ഉദാഹരണം പറഞ്ഞാൽ, തിയറി ഓഫ് ഫോംസ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റോ എന്ന് പറഞ്ഞത് അബ്സ്ട്രാക്ട് പെർഫെക്റ്റ് വിഷൻ ആണ്. പക്ഷെ അങ്ങനല്ല അരിസ്റ്റോട്ടിൽ പറയുന്നത്. അരിസ്റ്റോട്ടിൽ പറയുന്നത് വേറെ കുറെ എക്സിസ്റ്റൻസും ഉണ്ട്, വേറെ കുറെ ഒബ്ജക്ട്സുകളും ഉണ്ട്. അതിന്റെ എല്ലാം കൂടെ ഒരു ആകെ തുകയാണ് നമ്മൾ കാണുന്നത്. അതല്ലാതെ പ്ലേറ്റോ കാണുന്നത് മാത്രമല്ല ലോകം. ഒരു പക്ക പെർഫെക്റ്റ് ലോകം മാത്രമല്ല ഉള്ളത്. ഇപ്പൊ പ്ലേറ്റോ അലിഗറി ഓഫ് കേവ്സിൽ എന്താ പറഞ്ഞത്? ആ അലിഗറി ഓഫ് കേവ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്ക് ഒരു നോളജ് ഉണ്ടാവും. അത് മാത്രമാണ് പ്ലേറ്റോ പറയുന്നത്. ഓക്കെ. അത് മാത്രമാണ് പെർഫെക്റ്റ് എന്നാണ് പ്ലേറ്റോ പറയുന്നത്. അങ്ങനെയല്ല, ലോകത്ത് പല സത്യങ്ങളുണ്ട്, ഒരുപാട് സത്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നു. അതിന് പക്ക പെർഫെക്റ്റ് ഐഡിയ ഇല്ല എന്ന് പറയുന്നതാണ് അരിസ്റ്റോട്ടലിന്റെ ഫോം എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിൽ എന്താണ് ലോകത്തെ കാണുന്നത്? അരിസ്റ്റോട്ടിൽ പെർഫെക്റ്റ് ആയിട്ടല്ല ലോകത്തെ കാണുന്നത്, പലതരം എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഓക്കെ. പിന്നെ അരിസ്റ്റോട്ടിൽ സയൻസിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഒബ്സർവേഷനിലും എക്സ്പീരിയൻസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഒബ്സർവേഷനും എക്സ്പീരിയൻസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഒരു വേൾഡ് അനാലിസിസ് നടത്തുന്നത് റിയൽ വേൾഡ് അനാലിസിസ് ആണ്. അതായത് എക്സ്പീരിയൻസിലൂടെ നടത്തുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഇമ്മനന്റ് റിയലിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അരിസ്റ്റോട്ടിലിനെ ഒരു ഇമ്മനന്റ് റിയലിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അരിസ്റ്റോട്ടിലിന്റെ
വോയിസ് ഡിസ്റ്റർബ് വരുന്നുണ്ടോ? വോയിസ് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ? വോയിസ് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ? ഇല്ല, കേൾക്കുന്നു. ഓക്കെ. അത് എൻ്റെ വോയിസ് കേൾക്കാൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും പുറത്ത് മഴയുടെ സൗണ്ട് ആയിരിക്കും. എൻ്റെ വോയിസ് കേൾക്കാമെങ്കിൽ അങ്ങ് കുഴപ്പമില്ല. എൻ്റെ വോയിസിനേക്കാളും ഡിസ്റ്റർബൻസ് വരുന്നെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയണം. എനിക്കിവിടെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, അതാണ്. എനിക്ക് പുറമെ ഫുൾ മഴയുടെ സൗണ്ടാണ് വരുന്നത്. അരിസ്റ്റോട്ടലിന്റെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഐഡിയ എന്താണ്? സിറ്റിസൺഷിപ്പ്. ഈ പണ്ടത്തെ ആൾക്കാരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പണ്ടത്തെ ആൾക്കാരെ എല്ലാ ഇപ്പം നിങ്ങൾ രാജഭരണം തന്നെ ആലോചിച്ച് നോക്കുക. രാജഭരണം തന്നെ പലപ്പോഴും ലോകത്തുള്ള ആ രാജ്യത്തുള്ള എല്ലാ ആൾക്കാരെയും അംഗീകരിക്കുന്നുണ്ടോ? അവിടെയും തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി ഒക്കെ ഇല്ലായിരുന്നു. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറയുന്ന അൺടച്ചബിലിറ്റി ഒക്കെ ഇല്ലായിരുന്നു. അൺടച്ചബിലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. എല്ലാവരും അംഗീകരിക്കുന്ന ആൾക്കാരാണോ രാജഭരണം പോലും? പണ്ടത്തെ രാജഭരണം പോലും എല്ലാവരും അംഗീകരിക്കുമായിരുന്നോ? കാസ്റ്റിസം ഒക്കെ മാറ്റി നിർത്തുമായിരുന്നോ? ജന്മി എല്ലാവർക്കും തുല്യതയായിരുന്നോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ പണ്ടത്തെ രാജഭരണത്തിന്റെ കീഴിലോ? അല്ലെങ്കിൽ പണ്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പുള്ള സമയങ്ങളിലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇക്വാളിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഏൻഷ്യന്റ് ആയിട്ടുള്ള അരിസ്റ്റോട്ടിൽ പറയുമ്പോഴും അവിടെ ഒരു ഇക്വാളിറ്റിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് അരിസ്റ്റോട്ടിൽ സിറ്റിസൺഷിപ്പ് പറയുന്നത് നല്ല ബുദ്ധിയും വിവേകമുള്ള ആൾക്കാർക്ക് മാത്രമേ സിറ്റിസൺഷിപ്പ് ഉള്ളൂ. അതായത് സ്ലേവ്സിന് സിറ്റിസൺഷിപ്പ് ഇല്ല, വിമണിന് സിറ്റിസൺഷിപ്പ് ഇല്ല. ഇത് രണ്ടും വിട്ടേക്ക് ഓൾഡ് യങ് പറയുന്നുണ്ടെങ്കിലും സ്ലേവ്സിനും വിമണിനും സിറ്റിസൺഷിപ്പ് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. എന്നിട്ട് ആകെ സിറ്റിസൺഷിപ്പ് ഉള്ളത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നടത്തുന്ന ആൾക്കാർക്ക് മാത്രമാണ്. അതായത് പൊളിറ്റിക്കൽ ലൈഫിൽ നല്ല ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് ഒരു രാജ്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ആക്റ്റീവ് പാർട്ടിസിപ്പേഷന് വേണ്ടി മാത്രം ചെയ്യുന്ന പൊളിറ്റിക്കൽ ലൈഫിനോട് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് സിറ്റിസൺഷിപ്പ് ഉള്ളത്. സ്ലേവ്സിനോ വിമണ്ണോ ഒന്നും എന്ത് ചെയ്യുന്നില്ല? സ്ലേവ്സിനോ വിമണ്ണോ ഒന്നും ഈ സിറ്റിസൺഷിപ്പ് അരിസ്റ്റോട്ടലിന്റെ ഭാഗത്തുനിന്ന് ഇല്ല. ഓക്കെ. ഇനി അരിസ്റ്റോട്ടലിന്റെ ആ സമയത്തുള്ള കാര്യങ്ങൾ ഒന്ന് സ്റ്റേറ്റ് ഉണ്ട്, വില്ലേജ് ഉണ്ട്, ഹൗസ് ഹോൾഡ് ഉണ്ട്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പോളിസ്, വില്ലേജ്, ഹൗസ് ഹോൾഡ്, ഇവരൊക്കെ എന്ത് ചെയ്യും? അത് നിങ്ങൾ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ് ആണ് ഇമ്പോർട്ടൻസ്. സ്റ്റേറ്റ് ഗുഡ് ലൈഫിന് വേണ്ടി, എല്ലാവരുടെയും ഗുഡ് ലൈഫിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് സ്റ്റേറ്റ്. ഇനി ഇത് മാത്രമാണ് ഫുള്ളി സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള അസോസിയേഷൻ. ഇനി വില്ലേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾഫില്ലിംഗ് ഗ്രേറ്റർ ഡിമാൻഡ്സ്, നിങ്ങളുടെ കാര്യങ്ങൾ അംഗീകരിച്ച് തരുന്ന നിങ്ങളുടെ സൊസൈറ്റി ഉണ്ടാവും. അതിനാണ് വില്ലേജ് എന്ന് പറയുന്നത്. എന്നാലും അത് ഫുൾ സഫിഷ്യന്റ് അല്ല. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഒട്ടും സഫിഷ്യന്റ് അല്ല. നിങ്ങളുടെ വീട് എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക് നീഡ്സ് മാത്രമേ ഇതാക്കുന്നുള്ളൂ. റീപ്രൊഡക്ഷൻ സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ നോക്കുന്നുള്ളൂ. അതായത് ഹൗസ് ഹോൾഡ്, വില്ലേജ്, സ്റ്റേറ്റ്. ഏറ്റവും ടോപ്പിൽ സ്റ്റേറ്റ് ആണ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയല്ലേ പ്ലേറ്റോയും പറയുന്നത്? പ്ലേറ്റോയും ഒരു സ്റ്റേറ്റിസ്റ്റ് വാദി തന്നെയല്ലേ? പ്ലേറ്റോയും സ്റ്റേറ്റ് ആണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ആൾ തന്നെയല്ലേ? സ്റ്റേറ്റ് ആണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ആൾ തന്നെയല്ലേ പ്ലേറ്റോയും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? സ്റ്റേറ്റ് ഈസ് ദ ഇൻഡിവിജ്വൽ റിട്ട് ലാർജ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇൻഡിവിജ്വലിന്റെ ഏറ്റവും വലിയ ഫോമാണ് സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അങ്ങനെ സ്റ്റേറ്റ് എന്ന് പറയുന്ന കാര്യം നിങ്ങളെ വർക്ക് ചെയ്ത് ശരിയാക്കും എന്നുള്ളതാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇനി സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഐഡിയാസ് എങ്ങനെയാണ്? ഒന്ന്, സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗുഡ് ഗവൺമെന്റ് അല്ലെങ്കിൽ എൻഷുർ ഗുഡ്നെസ് ആണ്, അല്ലെങ്കിൽ ഗുഡ് ഗവർണൻസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് സ്റ്റേറ്റ്. ഫാമിലിയെക്കാളും ഇൻഡിവിജ്വലിനേക്കാളും ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ് ആണ്. ഇനി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റിനാണ് ഒരു ബെസ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഗവൺമെന്റ് ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യുന്നത്. അത് മിഡിൽ ക്ലാസ് റൂൾ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർ റൂൾ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ചേഞ്ച് വേണമെങ്കിൽ റവല്യൂഷനൊക്കെ ഓക്കെയാണ്. ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ ചേഞ്ച് വേണമെങ്കിൽ റവല്യൂഷനൊക്കെ ഓക്കെയാണ്. പക്ഷെ എപ്പോഴും സ്റ്റേറ്റ് അതിന്റെ ഒരു പരമാധികാരം നിലനിർത്തും എന്നുള്ളതും പറയുന്നത്. സ്റ്റേറ്റിൽ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല വെർച്യൂസ് ആയിരിക്കും. അതായത് സ്റ്റേറ്റിന്റെ റൂളേഴ്സിനെല്ലാം നല്ല വെർച്യൂ ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. ഇനി
അദ്ദേഹം വിശ്വസിച്ചിരുന്ന തിയറിയുടെ പേര് ഓർഗാനിക് തിയറി ഓഫ് സ്റ്റേറ്റ് ആണ്. ഓർഗാനിക് തിയറി എന്ന് പറഞ്ഞാൽ ഓർഗൻസ് എന്ന് മനസ്സിലാക്കാം. ഓർഗൻസ് എന്താ ചെയ്യുക? കൈ, കാല്, തല, ബ്രെയിൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് ഓരോ ഡ്യൂട്ടി ഉണ്ടാവും അല്ലെ? അതുപോലെയാണ് സ്റ്റേറ്റും. സ്റ്റേറ്റ് എന്ത് ചെയ്യും? ഓരോ ഡ്യൂട്ടി, ഓരോ ഓർഗൻസ് ഉണ്ടാവും സ്റ്റേറ്റിന്. അതനുസരിച്ച് കൃത്യമായിട്ട് ഓർഗൻസ് ഉപയോഗിച്ച് സ്റ്റേറ്റ് അതിന്റെ വർക്ക് ചെയ്യും. എന്നിട്ട് ഇൻഡിവിജ്വലിന് വെൽഫെയർ കൊടുക്കും എന്നുള്ളതാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇനി അരിസ്റ്റോട്ടിൽ പറയുന്ന അടുത്ത ഒരു ഐഡിയ ആണ് ഗോൾഡൻ മീൻ. ഗോൾഡൻ മീൻ കേട്ടിട്ടുണ്ടാവും. ഗോൾഡൻ മീൻ എന്ന് പറയുന്ന ഒരു ഐഡിയ കേട്ടിട്ടുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് ഭയങ്കര ദേഷ്യം വന്ന് നിൽക്കുന്ന ഒരു സമയമാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദേഷ്യം അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ, ദേഷ്യത്തിനേക്കാളും ഇമോഷണൽ, വിഷമമുണ്ട്, ദേഷ്യമുണ്ട്, എല്ലാം കൂടെ കലർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കാം. നമുക്ക് പലതരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഇമോഷണൽ സിറ്റുവേഷന് കാരണക്കാരായവൻ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അവനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. ഇവനെ വേണമെങ്കിൽ അടിക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചീത്ത പറയാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം, എന്ത് വേണോ ചെയ്യാം അല്ലെ? ഒരു എങ്ങനത്തെ ഡിസിഷൻ വേണമെങ്കിൽ നമ്മൾ എടുക്കാം. ലൈഫിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ, സ്റ്റേറ്റിനായിക്കോട്ടെ നിങ്ങളുടെ സിറ്റിസൺ ലൈഫിനായിക്കോട്ടെ, ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു മിഡിൽ പാത്ത് ചൂസ് ചെയ്യുക. ഏറ്റവും ഡൗൺ ആയിട്ടുള്ള ഒരു ഡിസിഷനും എടുക്കരുത്, ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു ഡിസിഷനും എടുക്കരുത്. ഒരു മിഡിൽ പോയിന്റിൽ എടുക്കുക. അതാണ് പറയുന്നത് എന്താണ് ഗോൾഡൻ മീൻ എന്ന് പറയുന്നത്. ഗോൾഡൻ മീൻ എന്ന് പറഞ്ഞാൽ മോറൽ ബിഹേവിയർ ഇൻ കേസ് കറണ്ട് പോവുകയാണ് എങ്കിൽ മേ ബി ക്ലാസ് കുറച്ച് നേരം എൻഡ് ആവും. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഫോണിൽ നെറ്റ് വഴി കയറും. അപ്പോൾ വെയിറ്റ് ചെയ്യണേ, കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നല്ല ഇടി വെട്ടുന്നുണ്ട്. കറണ്ട് പോവുകയാണെങ്കിൽ ഞാൻ ഫോൺ വഴി കയറി, ഇപ്പോൾ വൈഫൈ ആണ് ഉപയോഗിക്കുന്നത്, ഫോൺ വഴി കയറിയിട്ട് ക്ലാസ് എടുക്കും, പോകരുത്. ഓക്കെ. ഗോൾഡൻ മീൻ എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ്ട്രീമിലേക്കും പോകരുത്. ഈ 2 എക്സ്ട്രീമിന്റെ ഇടയ്ക്ക് നിൽക്കണം. ഇത് നമുക്ക് ജീവിതത്തിനുമുള്ള ഒരു അഡ്വൈസ് ആണ്. ജീവിതത്തിന് നമുക്ക് ഇത് ചെയ്യാനുള്ള ഒരു അഡ്വൈസ് ആണ്. ഇപ്പൊ നിങ്ങളെ ഒരുപാട് പേര് ജോലി കിട്ടിയില്ല, നിങ്ങൾക്ക് ജോലിയൊന്നുമില്ല, കാശൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നു വിചാരിക്കുക. നിങ്ങൾ ഇമോഷൻ ഭയങ്കര ഇമോഷണലായിട്ട് നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യാം, റിയാക്ഷൻ ചെയ്യാതിരിക്കാം. ഇതിൽ രണ്ടിന്റെയും മിഡിൽ പാത്തും പിടിക്കാം. ചിലപ്പോൾ നമ്മളൊരു നോട്ടം മതിയാകും ആ ചോദ്യം ഇല്ലാണ്ടാകാൻ. ആ നോട്ടത്തിൽ നമ്മൾ അയാളെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളൊരു മിഡിൽ പാത്ത് ചൂസ് ചെയ്തു. എന്ത്? നമ്മൾ ഒട്ടും മിണ്ടാതെയും ഇരുന്നില്ല, അയാളെ അടിക്കാനും പോയില്ല, പക്ഷെ നമ്മളൊരു നോട്ടം നോക്കി. അതാണ് ഗോൾഡൻ മീൻ. അതായത് ഓക്കെ മതി, ആ ഒരു നോട്ടത്തിൽ അതിന്റെ ആൻസർ ഉണ്ട്. നമ്മൾ ആരെയും അടിക്കാൻ പോയില്ല, നമ്മൾ ആരെയും ഒന്നും ചെയ്യാൻ പോയില്ല, നമ്മൾ കരഞ്ഞിരുന്നതുമില്ല, നമ്മൾ ഡൗൺ ആയിട്ടിരുന്നതുമില്ല. നമ്മുടെ ബിറ്റ്വീൻ എക്സ്ട്രീമിന്റെ ഒരു മിഡിൽ പോയിന്റ് പിടിക്കുന്നു. അതാണ് ഗോൾഡൻ മീൻ. ഇത് ജീവിതത്തിൽ ഉടനീളം പകർത്തണം. ആര്? മനുഷ്യനും പകർത്തണം, സ്റ്റേറ്റും പകർത്തണം എന്നുള്ളതാണ് ആരുടെ ഐഡിയ? ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആരുടെ ഐഡിയ? അരിസ്റ്റോട്ടലിന്റെ ഐഡിയ. എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി ഇത് അഡ്മിനിസ്ട്രേഷനിൽ വന്നാൽ ഇദ്ദേഹം ഐഡിയൽ ആയിട്ടുള്ള ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നത് ഡെമോക്രസിയും ഭയങ്കര എക്സ്ട്രീമാണ്, ഒളിഗാർക്കിയും ഭയങ്കര എക്സ്ട്രീമാണ്. അപ്പൊ ഇതിന്റെ ബിറ്റ്വീൻ നിൽക്കണം. ഒളിഗാർക്കിയും അല്ല ഡെമോക്രസിയും അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഒളിഗാർക്കിയുടെ ഗുണങ്ങളും ഡെമോക്രസിയുടെ ഗുണങ്ങളും ചേർന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരണം. എന്നാലാണ് എന്ത് പറ്റുക? നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ആവുക. ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പ്രശ്നം വരും. കാര്യം എന്താ? പ്ലേറ്റോ എതിർത്ത ഒരു സാധനമാണ് ഡെമോക്രസി. പ്ലേറ്റോയുടെ ശിഷ്യനാണ് ആര്? അരിസ്റ്റോട്ടിൽ. പ്ലേറ്റോ എന്തുകൊണ്ട് എതിർത്തു? സോക്രട്ടീസിനെ വിഷം കൊടുത്ത് കൊന്നതുകൊണ്ട് പ്ലേറ്റോ എതിർത്തു. പ്ലേറ്റോ എതിർത്തത് കൊണ്ട് അരിസ്റ്റോട്ടിലും എതിർക്കാം. പക്ഷെ അരിസ്റ്റോട്ടിൽ കുറച്ചും കൂടെ സയന്റിഫിക് തിങ്കിങ് പവറുള്ള ആളായതുകൊണ്ട് അരിസ്റ്റോട്ടിൽ ഡെമോക്രസിയെ പാടെ മോശമാണെന്ന് പറഞ്ഞില്ല. ഡെമോക്രസിക്കും നല്ല വശങ്ങളുണ്ട്, ഒളിഗാർക്കിക്കും നല്ല വശങ്ങളുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഗുണങ്ങൾ എടുത്തുകൊണ്ട് ഒരു മിഡിൽ പാത്തിൽ, അല്ലെങ്കിൽ അതിന്റെ രണ്ടിന്റെയും ഗുണങ്ങൾ എടുത്തുകൊണ്ടുള്ള ഒരു ഗോൾഡൻ മീൻ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ് വേണ്ടത് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഈ അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന് അരിസ്റ്റോട്ടിൽ കുറെ ഗോൾഡൻ മീൻ ഇതിന്റെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുറവായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവലിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഇല്ല. ഒരു ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഏറ്റവും ധൈര്യമില്ലാത്തത് അല്ലെങ്കിൽ ഏറ്റവും റഷ് കാണിക്കുന്നത്, അതിൻ്റെയൊക്കെ ഒരു മിനിമം ഇത് ചെയ്യുക, കറേജ് കാണിക്കുക എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. പക്ഷെ അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, ഇത് ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഗോൾഡൻ മീൻ എന്ന് പറയുന്ന ഐഡിയ ചോദിക്കാം. ഗോൾഡൻ മീൻ എന്ന് പറയുന്ന ഐഡിയ ചോദിക്കാം. ഇനി അതുപോലെ തന്നെ ഈ ഗോൾഡൻ മീൻ പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഇതും കൂടെ പറഞ്ഞിട്ട് തിരിച്ചു വരാം. ഗോൾഡൻ മീൻ പറഞ്ഞല്ലോ, അതായത് ഗോൾഡൻ മീൻ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഒരു നല്ല ഇതിലേക്ക് നിൽക്കണം. അതായത് ഏറ്റവും നല്ല ഫോം മൊണാർക്കിയാണ്. അരിസ്റ്റോട്ടലിനെ സംബന്ധിച്ച് ഒരു നല്ല അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് മൊണാർക്കിയാണ്, രാജഭരണം എന്നൊക്കെ പറയാം. അതാണ്. പക്ഷേ
വേണമെങ്കിൽ രാജഭരണം ഏറ്റവും മോശപ്പെട്ട രീതിയിലേക്ക് പോകാം. രാജഭരണം കുറെ കിട്ടിയ ടിറണിയായിട്ട് മാറും, ഏറ്റവും ഏകാധിപതിയായിട്ട് മാറും. ഇനി അരിസ്ട്രോക്രസി ആണ് കുറച്ചും കൂടെ നല്ല ഫോം അതിനേക്കാളും. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ നല്ല ഫോം അരിസ്ട്രോക്രസിയാണ്. പക്ഷെ എന്ത് സംഭവിക്കും? അരിസ്ട്രോക്രസി പലപ്പോഴും, അരിസ്ട്രോക്രസി എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഭരിക്കുക എന്നുള്ളതാണ്. അരിസ്ട്രോക്രസി പലപ്പോഴും ഒളിഗാർക്കിയിലേക്ക് മാറും. ഒളിഗാർക്കി എന്ന് പറഞ്ഞാൽ എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഗുണം ചെയ്യുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതും ഡീവിയന്റ് ഫോമാണ്. ഇനി ഏറ്റവും ബെസ്റ്റ് പ്രാക്ടിക്കൽ ഫോം എന്ന് പറഞ്ഞ അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത് പൊളിറ്റിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പൊളിറ്റി എന്ന് പറയും. ആ പൊളിറ്റിയുടെ ഏറ്റവും മോശപ്പെട്ട ഫോമാണ് ഡെമോക്രസി. അതായത് അരിസ്റ്റോട്ടിൽ ഡെമോക്രസിയെ ഭയങ്കരമായിട്ട് എന്ത് പറയുന്നില്ല, അനുകൂലിക്കുന്നില്ല, ഭയങ്കരമായിട്ട് തള്ളിയും പറയുന്നില്ല. ഡെമോക്രസിക്ക് കുറച്ച് നല്ല ഭാഗങ്ങളുണ്ട്, പക്ഷെ ആക്ച്വലി ഡെമോക്രസിയെക്കാളും ഫാർ ബെറ്റർ ആണ്. നിങ്ങൾ ഒളിഗാർക്കിയും ഡെമോക്രസിയും ചേർത്ത് നിങ്ങൾ എടുത്താൽ പൊളിറ്റി എന്ന് പറയുന്ന ഒരു ബെറ്റർ ഫോം കിട്ടും. ആ ബെറ്റർ ഫോമിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ലീഗൽ ഫോമിലേക്ക് തുടരാൻ പറ്റും എന്ന് പറയുന്ന അരിസ്റ്റോട്ടിൽ ഒരു ഇതുണ്ട്. അതാണ് ഈ കറക്റ്റ് ഫോമും ഡീവിയന്റ് ഫോമും. അരിസ്റ്റോട്ടിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്നത് മൊണാർക്കിയാണ്, പക്ഷെ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടിക്കൽ ഫോം ആയിട്ട് പറയുന്നത് പൊളിറ്റിയാണ്. പ്രാക്ടിക്കലായിട്ട് പറയുന്നത് പൊളിറ്റിയാണ്. ഓക്കെ, ഇത് നോക്കിയിരിക്കുക. ഞാൻ ആ ഗോൾഡൻ മീൻ പറഞ്ഞുകൊണ്ട് അതിലേക്ക് പോയതാണ്. ഇനി അരിസ്റ്റോട്ടലിന്റെ ജസ്റ്റിസ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ജസ്റ്റിസ് നമ്മൾ ഏൻഷ്യന്റ് പഠിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, ഗുഡിനെ കുറിച്ചാണ് പഠിപ്പിക്കുക. എല്ലാവരും എങ്ങനെ നന്നാകാം, എങ്ങനെ ഒരു നല്ല സൊസൈറ്റി ഉണ്ടാകാം, അല്ലെങ്കിൽ നല്ല ഒരു സിറ്റിസൺ എങ്ങനെ ആകാം, ഇങ്ങനെയാണ് പഴയ ഏൻഷ്യന്റ് ഗ്രീക്ക് തൊട്ട് പറയുക. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ മൊറാലിറ്റി കറക്റ്റ് ആക്കാം, ഇങ്ങനെ ചെയ്താൽ നല്ല ഗുണമുള്ള ഒരു സമൂഹമാകും എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജസ്റ്റിസ് ഇല്ലാത്തൊരു സമൂഹം, എന്തായാലും ജസ്റ്റിസ് ഇല്ലാത്തൊരു സമൂഹത്തിന് നല്ല ഒരു വെൽഫെയർ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അരിസ്റ്റോട്ടിൽ വാദിച്ചത് ജസ്റ്റിസിന് വേണ്ടിയാണ്. അരിസ്റ്റോട്ടിൽ 2 തരം ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസും കറക്റ്റീവ് ജസ്റ്റിസും. ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഫെയർ അലോക്കേഷൻ ഓഫ് റിസോഴ്സ് ബേസ്ഡ് ഓൺ മെറിറ്റ്. നിങ്ങൾക്ക് മെറിറ്റ് ഉണ്ട് എങ്കിൽ അതിനനുസരിച്ച് വേണം നിങ്ങൾക്ക് റിസോഴ്സസ് കിട്ടാം. ഇപ്പോൾ ഒരു അഡ്മിഷൻ ആണെന്ന് വിചാരിക്കുക, ഒരു സ്കൂളിൽ അഡ്മിഷൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന അഡ്മിഷൻ കിട്ടണം, വിചാരിക്കുന്ന സബ്ജക്റ്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം. അത് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്, ഈക്വൽ ആണ്, മെറിറ്റ് ആണ് നോക്കുന്നത്. പക്ഷെ ഇവിടെ കറക്റ്റീവ് ജസ്റ്റിസ് ഉണ്ട്, ഫെയർ റെക്ടിഫിക്കേഷൻ ഇൻ പ്രൈവറ്റ് ട്രാൻസാക്ഷൻ ഓർ ലീഗൽ ഡിസ്പ്യൂട്ട്. കറക്റ്റീവ് ജസ്റ്റിസ് ചിലപ്പോഴൊക്കെ അഡ്മിനിസ്ട്രേഷൻ കറപ്റ്റഡ് ആകും, അല്ലെ? ഭയങ്കരമായിട്ട് കറപ്റ്റഡ് ആയിട്ട് കുറെ ആൾക്കാർക്ക് ഇല്ലീഗൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയുള്ള അവിടെയും ജസ്റ്റിസ് നഷ്ടപ്പെടുകയാണ്. ഇല്ലീഗൽ ആയിട്ട് ഫേവറിറ്റിസം, നെപ്പോട്ടിസം. ഇപ്പൊ ഒരാൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഏതെങ്കിലും PSC റാങ്ക് ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ പലപ്പോഴും ആ റാങ്ക് ലിസ്റ്റിന് പടിവാതിൽ നിൽക്കുമ്പോൾ പിൻവാതിൽ നിയമനം എന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് കയറ്റിവിടും. ഇല്ലീഗലാണ്, അല്ലെ? ഇല്ലീഗൽ ട്രാൻസാക്ഷൻസ് ആണ് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ജസ്റ്റിസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. ഫെയർ റെക്ടിഫിക്കേഷൻ ആയിരിക്കണം. നമ്മൾക്കൊരു കാര്യമുണ്ട്, നമ്മളൊരു ഇത് ചെയ്യാൻ പോകുന്നു, പക്ഷെ ഇല്ലീഗലായിട്ടൊരു കാര്യം നടന്നു, അങ്ങനെയാണെങ്കിൽ അത് തിരുത്തണം. ഇല്ലീഗലായിട്ടൊരു കാര്യം നടന്നു എന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് അത് ലീഗലാക്കണം. അത് ലീഗലാക്കി ഫെയർ കറക്റ്റ് അല്ലെങ്കിൽ ഫെയർ റെക്ടിഫിക്കേഷൻ, ആ തെറ്റ് തിരുത്തണം എന്നുള്ളതാണ് കറക്റ്റീവ് ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് മെയിൻ ആയിട്ടും വെൽത്തിനെ കുറിച്ചാണ്. പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അരിസ്റ്റോട്ടിൽ 2 തരം സ്ലേവ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. കൺവെൻഷണൽ സ്ലേവ്സും നാച്ചുറൽ സ്ലേവ്. കൺവെൻഷണൽ സ്ലേവ് എന്ന് പറഞ്ഞാൽ വാറിൽ ഈ പ്രിസണേഴ്സ് ഓഫ് വാർ കഴിഞ്ഞിട്ട് പ്രിസണറായിട്ട് പിടിച്ചിരുന്ന ആൾക്കാർ. നാച്ചുറൽ സ്ലേവ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയും വിവേകവും ഉപയോഗിക്കാത്ത കുറച്ച് റീസൺ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. റീസൺ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ വിവേകം എന്ന് ഉദ്ദേശിക്കുക. അത് കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ സ്ലേവ് എന്ന് പറയുന്നത്. ഈ 2 തരത്തിലുള്ള സ്ലേവിനെ കുറിച്ചും പറയും. കൺവെൻഷണൽ ഉണ്ട്, നാച്ചുറൽ എന്ന് തിരിഞ്ഞു പോകും. ഇനി അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയയാണ് എഡ്യൂമോണിയ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഹ്യൂമൻ ഗുഡ്, ഹാപ്പിനെസ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ്സോട് കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്കാണ് ഒരു സൊസൈറ്റിയെ നമ്മൾ വാർത്തെടുക്കേണ്ടത് എന്ന് പറയുന്നതാണ് എഡ്യൂമോണിയ. ഹാപ്പിനെസ് അല്ലെങ്കിൽ നല്ല നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് എഡ്യൂമോണിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, GH സബൈൻ എന്ന് പറയുന്ന ആള് അരിസ്റ്റോട്ടിൽസ് ഐഡിയൽ സ്റ്റേറ്റ് ഈസ് ഓൾവേസ് പ്ലേറ്റോസ് സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അരിസ്റ്റോട്ടിൽ
ഐഡിയൽ സ്റ്റേറ്റ് ഈസ് ഓൾവേസ് സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിരിക്കുക. അരിസ്റ്റോട്ടിൽ പൂർണ്ണമായിട്ടും പ്ലേറ്റോയെ അംഗീകരിക്കുന്ന ആളാണോ? അരിസ്റ്റോട്ടിൽ പൂർണ്ണമായിട്ടും പ്ലേറ്റോയെ അംഗീകരിക്കുന്ന ആളാണോ? അരിസ്റ്റോട്ടിൽ പൂർണ്ണമായിട്ടും പ്ലേറ്റോയെ അംഗീകരിക്കുന്ന ആളാണോ? പൂർണ്ണമായിട്ടും പ്ലേറ്റോ അംഗീകരിക്കുന്ന ആളല്ല. പ്ലേറ്റോ പറയുന്ന ഐഡിയ എന്ന് പറയുന്ന സംഭവത്തെ എതിർക്കുന്നുണ്ട്. അതുപോലെ പ്ലേറ്റോ കുറച്ചും കൂടെ ഫിലോസോഫിയാണ് സംസാരിക്കുന്നത്, അരിസ്റ്റോട്ടിൽ കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇനി അരിസ്റ്റോട്ടിൽ എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് പ്രധാന പോയിന്റ്. അരിസ്റ്റോട്ടിൽ എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുണ്ടോ? അരിസ്റ്റോട്ടിൽ എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുണ്ടോ? വിമണിന് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. സ്ലേവ്സിന് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നില്ല. അരിസ്റ്റോട്ടിൽ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ ആയിരിക്കും, പക്ഷെ വിമണിനും സ്ലേവ്സിനൊന്നും ഇത് കൊടുക്കുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതും എന്ത് ചെയ്യണം, നിങ്ങൾ വായിക്കണം. ഓക്കെ, ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, അതുപോലെ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നു 3 types identified, 3 who among the following identified 3 types of justice: distributive justice, retributive justice, commutative justice. ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ റിട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞാലും അത് രണ്ടും തന്നെയാണ്. ഈ ഒരു ഫെയർ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് പല വേർഡുകളായിട്ട് ചോദിക്കാം. അപ്പൊ അതിനെ നമ്മൾ ഏത് അരിസ്റ്റോട്ടിലുമായി ബന്ധപ്പെടുത്തി പറയാം. ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ പ്ലേറ്റോ, പിന്നെ ഇതേപോലുള്ള ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, എനിക്ക് പഠിച്ചാൽ മാത്രമേ, എനിക്ക് ഭയങ്കരമായിട്ട് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തിരുത്തി കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ആകെ ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടീവ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് വിചാരിക്കുക, ജസ്റ്റിസ് അറിഞ്ഞുകൂടാന്ന് വിചാരിക്കുക. ജസ്റ്റിസ് എന്ന് പറയുന്നത് ജസ്റ്റിസ് പഴയ ആൾക്കാർ പറയാം എന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങൾ ആദ്യം ആലോചിച്ച് നോക്കുക, ഹോബ്സ് ഇതുവരെ പഠിച്ചില്ല, എന്നാൽ പോലും ഹോബ്സ് എവിടെ വരുന്ന ആളാണ്? ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ആളാണ് ഹോബ്സ് ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ആളാണ്? സോഷ്യൽ കോൺട്രാക്ച്വലിസം എന്ന് കേട്ടിട്ടുണ്ടോ? സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് കേട്ടിട്ടുണ്ടോ? ഈ സോഷ്യൽ കോൺട്രാക്റ്റുമായിട്ട് വരുന്നതാണ്. അവിടെ നമ്മൾ ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നില്ല, സോഷ്യൽ കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുന്നുള്ളൂ അല്ലെ? ലോക്കും സോഷ്യൽ കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു 2 പേരിലേക്ക് എത്താം. എങ്ങനെ? 50-50. ഇതിനെ 50-50 എന്ന് പറയും. 50-50 ചാൻസിൽ നമ്മൾ എത്തിച്ചു, 50-50 ചാൻസിൽ എത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പ്ലേറ്റോയിലും അരിസ്റ്റോട്ടലിലും ആൻസർ ഉണ്ട് എന്നത് ഉറപ്പാണ്. ഇനി നിങ്ങൾ പ്ലേറ്റോ പഠിച്ചതും അരിസ്റ്റോട്ടിൽ പഠിച്ചതൊക്കെ നോക്കിയിട്ടായിരിക്കും എഴുതേണ്ട. പക്ഷെ ആക്ച്വലി നിങ്ങൾ പലപ്പോഴും ക്വസ്റ്റ്യൻ, ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ പറയുന്നത് പലപ്പോഴും ക്വസ്റ്റ്യൻ പോലും ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ പഠിച്ചതല്ല എന്ന് വിചാരിച്ചിട്ട് വിട്ടുപോകുന്ന ആൾക്കാരാണ് കൂടുതലും. നമ്മൾ അങ്ങനെ അല്ല ശീലിപ്പിക്കുന്നത്. നമ്മളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും ചെയ്യാൻ നിങ്ങൾക്കൊരു ഹാഫ് നോളജ് ഉണ്ടെങ്കിലും നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ശരിയാക്കാൻ പറ്റും. ചിലത് 50-50 എത്തിച്ച് ചെയ്യാൻ പറ്റും. ചിലത് നമ്മുടെ ലോജിക്കൽ എലിമിനേഷൻസ് വെച്ചിട്ട് ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ കുറച്ചുകൂടെ ലോജിക്കൽ ഗസ് ഉണ്ടെങ്കിൽ ഇതൊന്നും എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വേറെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് അരിസ്റ്റോട്ടലിനാണ്. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിലൊരു 30ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ എലിമിനേഷൻ ടെക്നിക്സും ഇതൊക്കെ വർക്കാക്കാൻ പറ്റുന്നതാണ്, ഒരു ഹാഫ് നോളജ് ഉണ്ടെങ്കിൽ തന്നെ. അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇതിനെ ശീലിക്കാൻ. ഞാൻ ഈ എക്സാമിന് വേണ്ടി മാത്രം സെഷൻസ് എടുക്കുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു എല്ലാവർക്കും പക്കാ നോളജ് ഉണ്ടായിട്ട് 100% നോളജ് ഉണ്ടായിട്ടല്ല ആരും പാസ്സാവുന്നത്. 100% നോളജ് ഉണ്ടായിട്ടല്ല പാസ്സാവുന്നത്. നിങ്ങൾ അരിസ്റ്റോട്ടിൽ പഠിച്ചു, അരിസ്റ്റോട്ടിലെ ചോദ്യം ചോദിക്കാതിരിക്കുക, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേ? അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ എല്ലാവരും പഠിച്ചു. അരിസ്റ്റോട്ടിൽ ചോദിച്ചില്ല, പ്ലേറ്റോ ചോദിച്ചില്ല, ചോദിച്ചത് ഹോബ്സ് ആണ്. ഈ WPT ചോദിച്ചത് ഹോബ്സ് ആണ്. ഇത് രണ്ടും ചോദിച്ചതേ ഇല്ല എന്ന് വിചാരിക്കുക, അങ്ങനെയും വന്നൂടെ? അപ്പൊ നിങ്ങളുടെ നോളജ് അല്ല അവിടെ അളക്കുക, നിങ്ങളുടെ മൈൻഡ് സെറ്റിനെയാണ് അളക്കുക. അതായത് ഒരു എക്സാമിന് 100 ക്വസ്റ്റ്യന് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് അത് ശരിയാക്കാൻ പറ്റുന്നുണ്ട്, കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതെല്ലാം ശരിയാക്കാൻ പറ്റണം എന്നുള്ള ഒരു ഇതും കൂടെ അവിടെ ഫാക്ടറാണ്. എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട എന്നല്ല, ഒരു 75-80% പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാളിഫൈ ആകാൻ പറ്റും. ഇവിടെ സബ്ജക്ട് നോളജ് ഒന്നും ആരും നോക്കുന്നില്ല. നിങ്ങൾക്ക് സബ്ജക്റ്റിന് എത്ര നോളജ് ഉണ്ടെന്നോ അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇയാൾ ക്വാളിഫൈ ആകുന്നു. നിങ്ങൾ സെറ്റ് പാസ്സായ ആൾക്കാരുടെ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാം പാസ്സാവുന്ന ആൾക്കാരുടെ ചോദിക്കുക. ഇവരൊക്കെ സിലബസ് പോലും ഫുള്ളായിട്ട് കവർ ചെയ്യണം നിർബന്ധമില്ല. എന്താ ചെയ്യുക? മുമ്പുള്ള PYQs നോക്കും, എന്നിട്ട് അതിനൊരു ഐഡിയ ഉണ്ടാക്കും. പിന്നെ എന്ത് ചെയ്യും? സിലബസ് കയ്യിൽ നോട്ടുണ്ടാവുമല്ലോ, സിലബസിൽ ഒരു ഐഡിയ ഉണ്ടാക്കും, എന്നിട്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് പല ആൾക്കാർക്കും കിട്ടാത്തത്? പല ആൾക്കാർക്കും 4-5 പ്രാവശ്യം എഴുതേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പല ആൾക്കാരും സിലബസ് മാത്രം കവർ ചെയ്യും, ക്വസ്റ്റ്യന്റെ അളവ് കുറയ്ക്കും. നമ്മൾ ചെയ്യുന്ന തിരിച്ചാണ്. സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതിനോടൊപ്പം ക്വസ്റ്റ്യന്റെ വർക്കൗട്ട് നിങ്ങൾക്ക് തരും, ക്വസ്റ്റ്യന്റെ വർക്കൗട്ട് മാക്സിമം തരും. അതുപോലെ
ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി പറഞ്ഞു തരും. നിങ്ങൾക്കൊരു ഹാഫ് നോളജ് ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ശരിയാകും. കാരണം ഒരുപാട് പേരൊന്നും അല്ല ക്വസ്റ്റ്യൻ ഇടുന്നത്, ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല ക്വസ്റ്റ്യൻ ഇടുന്നത്. ഒരു മിനിമം നോളജ് ഉള്ള അല്ലെങ്കിൽ മിനിമം PYQ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. അത് നമ്മൾ പറഞ്ഞു തരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അതിനനുസരിച്ചിട്ടാണ് ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കിയും കൂടെ എപ്പോഴും ഒരു സാധനം കവർ ചെയ്യാനിരിക്കുമ്പോൾ ക്വസ്റ്റ്യനും കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ പോകാൻ. നോട്ടുകൾ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഇതും കൂടെ വായിക്കണം. നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കഴിവിനെയും കൂടെ നിങ്ങൾ നോക്കിക്കോളും. ഇനി പേപ്പർ 1 ആരും ഉഴപ്പരുത്. പേപ്പർ 1ലും നിങ്ങൾ നിങ്ങളുടേതായ ഒരു കാര്യം, നിങ്ങളുടേതായ എഫേർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഇനി ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇപ്പൊ 9-10 പേരുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, എന്തെങ്കിലും നമ്മളിപ്പം എല്ലാവരെയും ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. ഞാൻ എല്ലാവരെയും മെസ്സേജ് അയക്കും, ഫീഡ്ബാക്ക് എടുക്കും. ആ ഫീഡ്ബാക്ക് സമയത്ത് നിങ്ങൾ എന്നെ കുറിച്ച് ഇപ്പൊ എന്റെ ക്ലാസ് മാത്രമല്ല, എല്ലാ സാറന്മാരുടെ ക്ലാസ്സിനെ കുറിച്ചും ഞാനൊരു ചോദ്യമായിട്ട് മെസ്സേജ് അയക്കും. ഞാനാണെങ്കിലും അയക്കുന്ന, എന്ത് ചെയ്യണം, നിങ്ങൾ അതിൽ എന്നോട് റെസ്പോണ്ട് ചെയ്യണം. എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പഠിത്തം കാര്യങ്ങൾ, ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. എന്നാലേ നമുക്കും അറിയത്തുള്ളൂ ഇനി എന്ത്. കാരണം സെറ്റ് ആദ്യത്തെ ബാച്ചാണ് നമ്മുടെ. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാകരുത്, നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു കാര്യങ്ങൾ ഉണ്ടാവരുതെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലായിടത്തും ഞാൻ മെസ്സേജ് അയക്കും, മാക്സിമം ആൾക്കാരുടെ ഞാൻ മെസ്സേജ് അയക്കും. എന്നിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുക. വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്തു തരേണ്ടതായിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു എൻ്റെ പേഴ്സണൽ ഇതിൽ പറഞ്ഞാൽ മതി. ഈ ചാറ്റ് ബോക്സിൽ പറയണ്ട, ഞാൻ ചോദിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് പിന്നെ വാട്സപ്പിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഓരോരുത്തർക്കും മെസ്സേജ് വരും. 2-3 ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും മെസ്സേജ് വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ഒരാളാണ് പഠിച്ചു നിർത്താം. ഇതൊരു 10 മിനിറ്റ് മതി പഠിപ്പിക്കാൻ. മാക്കിയവെല്ലി എന്ന് പറയുന്ന ആള് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാക്കിയവെല്ലി എന്ന് പറയുന്ന ഇറ്റലിയിൽ ബോൺ ചെയ്ത ഒരാളാണെന്ന് മനസ്സിലാക്കുക. ഇതൊന്നും ഡീറ്റെയിലേക്ക് പോകണ്ട. എന്താ ചെയ്യണം വെച്ചാൽ, മാക്കിയവെല്ലി എന്ന് പറയുന്നത് ഒരു റൂളർ എങ്ങനെ ആയിരിക്കണം, ഒരു സ്റ്റേറ്റ് ക്രാഫ്റ്റ് എങ്ങനെ കൊണ്ടുപോകണം, റൂളർ എങ്ങനെ ആയിരിക്കണം, ഒരു സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു രാജാവാണെങ്കിൽ ആ രാജാവിന് കുറെ പടയാളികൾ ഉണ്ടാവും, മന്ത്രിമാരുണ്ടാവും, അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. പക്ഷേ രാജാവിന് ബുദ്ധി വിവേകം ഇല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല. ഇതെങ്ങനെ നയിച്ചു കൊണ്ടുപോകണം, അതിനാണ് സ്റ്റേറ്റ് ക്രാഫ്റ്റ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ് ക്രാഫ്റ്റ് ചെയ്യുന്നതിനൊരു ഇതുണ്ട്. അതുകൊണ്ട് രാജാവിന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് കൂടുതലും മാക്കിയവെല്ലി പറയുന്നത്. രാജാവ് എന്ന് പറയുന്ന ആളിന് കൊടുക്കുന്നത്, രാജാവിനെ വളരെ അനുകൂലിക്കുന്ന ആളാണ് മാക്കിയവെല്ലി. ഇറ്റലിയിൽ ബോൺ ചെയ്ത ആളാണ്, ഇറ്റലിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പം ഇറ്റലിയിൽ ആ ഒരു സമയത്ത്, ഈ ഒരു 1400 സമയങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൾച്ചറൽ റവല്യൂഷൻ നടക്കുന്ന ഒരു സമയമാണ്. റിനേസൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനം അങ്ങനത്തെ പരിപാടിയല്ല, അതിന്റെ ഒറിജിനൽ വർഷം യൂറോപ്യൻ നവോത്ഥാനം എന്ന് കേട്ടിട്ടുണ്ട്, റിനേസൻസ്. ആ സമയത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് മാക്കിയവെല്ലി. ഇപ്പൊ കൾച്ചർ റെവല്യൂഷനൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് മോഡേൺ പൊളിറ്റിക്കൽ ഫിലോസഫി, അതായത് ഫാദർ ഓഫ് മോഡേൺ പൊളിറ്റിക്കൽ ഫിലോസഫി, ഒരു രാജ്യം എങ്ങനെയായിരിക്കണം, ഒരു രാജാവ് എത്രത്തോളം കണ്ണിങ് ആയിരിക്കണം, എത്രത്തോളം ബുദ്ധിമാനായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതാണ് മാക്കിയവെല്ലിയുടെ തിയറി. അപ്പൊ മാക്കിയവെല്ലി എന്താ പറയുന്നത് വെച്ചാൽ, ഒരു സക്സസ്ഫുൾ റൂളർ എങ്ങനെ ആയിരിക്കണം, അതാണ് മാക്കിയവെല്ലിയുടെ ഇത്. ഇനി മാക്കിയവെല്ലി പലതരം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് സ്റ്റേറ്റ് ക്രാഫ്റ്റിൽ. അതിനകത്ത് സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ട് ഓഫ് വാർ ആണ്. ഒരു വാർ എങ്ങനെ നയിക്കുന്നു അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഒരു സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ത് ചെയ്യാനുള്ളത്, മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. അല്ലെങ്കിൽ നല്ലതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ രാജ്യം ആരെങ്കിലും കൊണ്ടുപോകും. ഇനി സക്സസ്ഫുൾ പൊളിറ്റിക്കൽ ബിഹേവിയർ ഉണ്ടാകണം. സക്സസ്ഫുൾ പൊളിറ്റിക്കൽ ബിഹേവിയർ ഉണ്ടാകണം. സക്സസ്ഫുൾ പൊളിറ്റിക്കൽ ബിഹേവിയർ ഉണ്ടാകണം. സക്സസ്ഫുൾ പൊളിറ്റിക്കൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ഈ മാക്കിയവെല്ലി ആണ് ശരിക്കും ഇന്നത്തെ രാഷ്ട്രീയക്കാരൻ എന്ന് പറയേണ്ടി വരും. അതായത് ഇന്നത്തെ രാഷ്ട്രീയക്കാരൻ നമ്മളോട് ചിരിച്ചു നിൽക്കുന്ന കണ്ടിട്ടില്ലേ, അവരുടെ കാര്യം ഇപ്പൊ ഇലക്ഷൻ വരുമ്പോഴോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ വരുമ്പോഴോ നമ്മളോട് കാണിക്കുന്ന സമീപനവും ഒരു രാഷ്ട്രീയക്കാരൻ ഇലക്ഷൻ അല്ലാതെ പദവിയിൽ ഇരിക്കുമ്പോൾ കാണിക്കുന്ന സമീപനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം അവന് നിൽക്കാനും കക്കാനും അറിയാന്ന് പറയുന്നില്ല. അതുപോലുള്ള ഒരു മൈൻഡ് സെറ്റാണ് മാക്കിയവെല്ലി രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് ചെയ്യണം, നിങ്ങൾ സക്സസ്ഫുൾ ഒരു രാജാവ് ആകണമെങ്കിൽ, സക്സസ്ഫുൾ ആയിട്ടുള്ള റൂളർ ആകണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ റൂളിനെയും നിങ്ങളുടെ ബുദ്ധിയെയും മാക്സിമം ഉപയോഗിക്കണം. ഒരു ആർട്ട് ഓഫ് വാർ കണക്കാണ് സ്റ്റേറ്റ് ക്രാഫ്റ്റ്. അതിനാദ്യം ചെയ്യേണ്ടത് പൊളിറ്റിക്സും എത്തിക്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണം. പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്ന ആൾ എത്തിക്സ് കൊണ്ടുപോകണം നിർബന്ധമില്ല.
ഉദാഹരണം പറഞ്ഞ ബാഹുബലി സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ബാഹുബലി സിനിമയിൽ പൽവാൾ ദേവനും ഉണ്ട്, ബാഹുബലിയും ഉണ്ട് അല്ലെ. ബാഹുബലി സിനിമയിൽ പൽവാൾ ദേവനും ഉണ്ട്, ബാഹുബലിയും ഉണ്ട്. ഈ ബാഹുബലി രാജാവാകുന്ന സമയത്ത്, ഇങ്ങനെ വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ സാധാരണ ജനങ്ങളെ നോക്കാറില്ലേ? സാധാരണ ജനങ്ങൾക്ക് അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സീനൊക്കെ ഉണ്ട്. ഈ സാധാരണ ജനങ്ങൾക്ക് അപകടം ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്ന ആളും കൂടെയാണ് ആര്? ബാഹുബലി. പക്ഷെ പൽവാൾ ദേവൻ എങ്ങനെയാണ്? എത്ര സാധാരണക്കാരൻ മരിച്ചാലും കുഴപ്പമില്ല, എന്റെ പദവി നിലനിർത്തണം, അതിനുവേണ്ടി ചിലപ്പോൾ സാധാരണക്കാർ ഒരുപാട് പേര് മരിക്കേണ്ടി വരും, പക്ഷെ എന്നാൽ പോലും കുഴപ്പമില്ല, എന്റെ പദവി നിലനിർത്തണം എന്ന് വിചാരിക്കുന്ന ആളാണ്. ഈ പൽവാൾ ദേവന്റെ മൈൻഡ് സെറ്റാണ് ആര് പറയുന്നത്? മാക്കിയവെല്ലി പറയുന്നത്. അതായത് നിങ്ങൾക്ക് പൊളിറ്റിക്സിൽ എത്തിക്സ് വേണ്ട, പൊളിറ്റിക്സും എത്തിക്സും രണ്ടായിട്ട് കാണണം. പൊളിറ്റിക്സും എത്തിക്സും രണ്ടായിട്ട് കാണണം. കൺവെൻഷണൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കൺവെൻഷണൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ട ആവശ്യം ഇല്ല. എന്നിട്ട് എന്ത് ചെയ്യണം? ഹോണസ്റ്റിയും മൊറാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ബുദ്ധിപരമായി ഉപയോഗിക്കണം. ഹോണസ്റ്റി മൊറാലിറ്റി എന്ന് പറയുന്നത് ബുദ്ധിപരമായി ഉപയോഗിക്കണം. പലപ്പോഴും മനുഷ്യൻ സെൽഫിഷ് ആണ്, ഗ്രീഡിയാണ്, കറപ്റ്റ് ആണ്. പക്ഷേ അതേ മനുഷ്യന്റെ മുന്നിലാണ് നീ ഭരിക്കേണ്ടത്. രാജാവിനോട് പറയണത് അതേ മനുഷ്യനാണ് നീ ഭരിക്കേണ്ടത്. സെൽഫിഷ് ആയിട്ടും ഗ്രീഡി ആയിട്ടും ഉള്ള ഒരു മനുഷ്യനെ ഭരിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഭരിക്കണമെങ്കിൽ നിനക്ക് ചിലപ്പോൾ ഹോണസ്റ്റി ഉണ്ടെന്ന് കാണിക്കേണ്ടി വരും, മൊറാലിറ്റി ഉണ്ടെന്ന് കാണിക്കേണ്ടി വരും. ഇതൊക്കെ വേണോന്ന് ചോദിച്ചാൽ വേണം. പക്ഷേ അവിടെ എത്തിക്സും കാര്യങ്ങളും രണ്ടായിരിക്കണം. മാക്കിയവെല്ലി ഹ്യൂമൻ നേച്ചറിനെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അതായത് സെൽഫിഷ് ആണെന്നും ഈഗോയിസ്റ്റിക് ആണെന്നും ഗ്രീഡി ആണെന്നൊക്കെ ആണ് ഹ്യൂമൻ നേച്ചർ. ഹ്യൂമൻസ് അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? പൊളിറ്റിക്സും എത്തിക്സും സെപ്പറേറ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം. എന്തിനാണെന്ന് ചോദിച്ചാൽ നിന്റെ പദവിയാണ് ഏറ്റവും വലുത്. ഒരു രാജ്യത്തിന്റെ പദവിയാണ് ഏറ്റവും വലിയ വലുത്. അപ്പൊ ആ പദവി നിലനിർത്താൻ പ്രിൻസ് ആണ് അബ്സല്യൂട്ട് അതോറിറ്റി. അത് നിലനിർത്താൻ എന്ത് ചെയ്യണം? നീ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യേണ്ടി വരും. അതിനെ നിനക്ക് ന്യായീകരിക്കാൻ പറ്റും. എന്താണ്? എൻഡ് ജസ്റ്റിഫൈ ദ മീൻസ്. ലക്ഷ്യം എന്ത് ചെയ്യും? ലക്ഷ്യമാണ് പ്രധാനം, ഏറ്റവും എൻഡാണ് പ്രധാനം. എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ്. മാർഗം എന്ത് ഉപയോഗിച്ചു എന്ന് ആരും ചോദിക്കത്തില്ല. നീ നിന്റെ പദവി നിലനിർത്തിയോ, രാജ്യം സുരക്ഷിതമാണോ എന്നേ ചിന്തിക്കും. അപ്പൊ അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. നീ വെൽഫെയർ നോക്കിക്കോളൂ, ആൾക്കാരെ നോക്കിക്കോളൂ, പക്ഷേ പക്കയായിട്ട് ഇതൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഒരു ഇത്രയും ഗ്രീഡി ആയിട്ടുള്ള സെൽഫിഷ് ആയിട്ടുള്ള മനുഷ്യന് വേണ്ടി നീ നിന്റെ പദവിയെ കൊണ്ട് കളയരുത് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? മാക്കിയവെല്ലി പറഞ്ഞിരിക്കുന്നത്. മാക്കിയവെല്ലി ഒരു രാജാവിനോട് പറയുന്നത് ലയണും ഫോക്സുമായിട്ട് മാറണം. ചില സമയത്ത് നല്ല കറേജസ് ആയിട്ടുള്ള ലയൺ ആയിരിക്കണം താങ്കൾ, ചില സമയത്ത് കുറുക്കനായിരിക്കണം, കണ്ണിങ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ രണ്ടിലും ഡബിൾ മൊറാലിറ്റിയാണ്, ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയും. ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഹോണസ്റ്റി ഉണ്ടായിരിക്കണം, ധൈര്യം ഉണ്ടായിരിക്കണം, നല്ല ജനങ്ങളെ വിശ്വസിപ്പിക്കണം എന്ന് പറയുന്ന അതേ ആള് തന്നെ പറയുന്നു നീ കണ്ണിങ് ആയിരിക്കണം. ചില സമയത്ത് ജനങ്ങളെ കുരുതി കൊടുക്കേണ്ടി വരും, ചില സമയത്ത് ജനങ്ങൾക്ക് ദോഷം വരും, പക്ഷെ അവിടെ നീ നിന്റെ പദവി നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ലയണും ഫോക്സുമായിട്ട് മാറിക്കൊണ്ടേയിരിക്കണം. ചില സമയത്ത് ലയൺ ആയിരിക്കണം, ചില സമയത്ത് ഫോക്സിന്റെ ബുദ്ധി ആയിരിക്കണം. ഇതിനാണ് ഡബിൾ സ്റ്റാൻഡേർഡ് മൊറാലിറ്റി എന്ന് പറയുന്നത്. ഡബിൾ സ്റ്റാൻഡേർഡ് മൊറാലിറ്റി, ഇതൊക്കെ നിർദ്ദേശങ്ങളാണ് ഇത് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ശരിക്കും പ്രാക്ടിക്കൽ പൊളിറ്റിക്കൽ ഫിലോസഫി. ഒരു മാക്കിയവെല്ലിയുടെ തന്ത്രം പയറ്റുന്ന ഒരാള് പൊളിറ്റിക്സിലായാലും രാഷ്ട്രഭരണത്തിലായാലും അതുപോലെ ഒരു ഓർഗനൈസേഷനിലായാലും നിങ്ങൾക്കൊരു 500 പേരെ അഡ്രസ് ചെയ്യാനുണ്ടെങ്കിൽ അവരെ ഒരു ഇതിലായാൽ പോലും നിങ്ങൾക്ക് ഈ മാക്കിയവെല്ലിയുടെ തന്ത്രം ഉണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു സിസ്റ്റം നടത്തിക്കൊണ്ടു പോകാൻ പറ്റും. ഇവിടെ ഞാൻ എപ്പോഴും ഈ മാക്കിയവെല്ലി പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെല്ലാം ഇങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു രാജ്യഭരണം എന്നൊക്കെ പറയുന്ന, മുഖ്യമന്ത്രി ഭരണം എന്നൊക്കെ പറയുന്ന, എല്ലാത്തിനും ഒരു ഭരണം ഉണ്ടല്ലോ. സ്റ്റേറ്റിന് ഭരണമുണ്ടോ, ഒരു രാജ്യത്തിന് ഭരണമുണ്ട്, ഒരു ജില്ലയ്ക്ക് ഭരണമുണ്ട്. ഇവരെല്ലാം ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണ്. ഒരു സമയത്ത് നമ്മളോട് ലയണായിട്ട് പെരുമാറുകയും ചില സമയത്ത് നമ്മൾ കൂടെ ഉണ്ട് എന്ന് പറയുകയും ചില സമയത്ത് ഒക്കെ അതിനിടയിൽ കൂടെ അവരിൽ നിന്ന് തന്നെ കാശ് മേടിച്ചിട്ട് അവരോടൊപ്പം നിൽക്കുകയും ചെയ്യും. ഇരയോടൊപ്പം ഉണ്ടാന്ന് വെച്ചാൽ ഉണ്ട്, എന്ന വേട്ടക്കാരനോടൊപ്പം ആണ് എന്ന് പറയുന്ന ലെവലിലാണ് കാര്യങ്ങളുടെ. ഇതാണ് ആര് പറയുന്നത്? മാക്കിയവെല്ലി ഇത് തന്നെയാണ് പറയുന്നത്. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക, എന്നാലേ നിനക്ക് ഭരണം കിട്ടും എന്നുള്ളതാണ് പ്രിൻസിനോട് മാക്കിയവെല്ലി പറയുന്നത്. ഇനി പ്രിൻസിനോട് ഒരു പ്രത്യേക നിർദ്ദേശം പറയുന്നുണ്ട്. ഈ ഫോർച്യൂണയിൽ നിന്ന് മാറി നിൽക്കുക. ഫോർച്യൂണ എന്ന് പറഞ്ഞാൽ സുഖലോലുപതയിൽ നിന്ന്, അല്ലെങ്കിൽ കുറെ അധികം ലാവിഷായിട്ട് ജീവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. കാര്യം എന്താ? അത് നിന്നെ നശിപ്പിക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു ഇത് പറയുകയാണെങ്കിൽ, ഇപ്പം ഏറ്റവും വീക്ക്നെസ് ആയിട്ട് വരിക പണം, സ്ത്രീ, പിന്നെ ഏതാണ്
ഒരു രാജ്യം, ഒരു സിസ്റ്റത്തെ പറയുമ്പോൾ എപ്പോഴും പഴയ കാലത്തിലെ ആൾക്കാർ പറയുന്നത് ഈ മദ്യം, പണം, പിന്നെ വിമൺ എന്നാണ്. അപ്പൊ അതുപോലെയാണ് പഴയ കാലത്ത്, അതൊന്നും സദാചാരം എന്ന് പറയുന്നത് പഴയ കാലത്തെ ഫിലോസഫിയാണ്. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഈ പ്രിൻസിനടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ഫോർച്യൂണയിൽ നിങ്ങൾ വീണു പോകരുത്. ഫോർച്യൂണയിൽ വീണാൽ, ഫോർച്യൂണ എന്തിനെ ഉപയോഗിച്ചിരിക്കുന്നു വെച്ചാൽ മൂടി വിമണുമായിട്ടാണ്, ഒരു വിമണുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫോർച്യൂണ ഇതാക്കി ഇങ്ങനെ പോകരുത്. പോയാൽ നിങ്ങളുടെ നാശം തുടങ്ങും, നിങ്ങളുടെ ആ ഒരു രാജഭരണം നഷ്ടപ്പെടും. എന്നിട്ട് എന്ത് ചെയ്യണം, ചില സമയത്ത് പ്രൈവറ്റ് സ്ഫിയറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രൂത്ത്ഫുൾ ആയിക്കോ, സിംപ്ലിസിറ്റി ആയിക്കോ, ലോയൽറ്റി ആയിക്കോ. പക്ഷെ നിങ്ങൾ പബ്ലിക് സ്ഫിയറിൽ വരുമ്പോൾ എപ്പോഴും മോറൽ വാല്യൂസ് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. മോറൽ വാല്യൂസ് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിട്ട് നടക്കണം. എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസിലേക്ക് വരരുത്. അപ്പൊ നിങ്ങൾ ജനങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തോന്നും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, മാക്കിയവെല്ലി രാജാവിനടുത്ത് പെരുമാറാൻ പറയുന്നത്. അതായത് മാക്കിയവെല്ലിയുടെ ഉദ്ദേശം എന്താണ്, രാജഭരണം നിലനിർത്തണം, രാജാവാണ് ഏറ്റവും കിടിലം എന്ന് പറഞ്ഞ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പറഞ്ഞ് വെക്കണം. അതിന് രാജാവിനെയും സുഖിപ്പിച്ച് നിർത്തണം, അതുപോലെ രാജാവാണ് നല്ലത് എന്ന് ജനങ്ങളെയും കൺവിൻസ് ചെയ്യിക്കണം. ഇത് രണ്ടിനും രാജാവിന് നിർദ്ദേശം കൊടുക്കുന്നതാണ് മാക്കിയവെല്ലി ചെയ്യുന്നത്. മാക്കിയവെല്ലി 2 ടൈപ്പ് ഓഫ് ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. പ്രാക്ടിക്കൽ ഫോമും മൊണാർക്കി ആണെന്നാണ് പറയുന്നത്. ഐഡിയൽ ഫോം പക്കാ പെർഫെക്റ്റ് റിപ്പബ്ലിക് ആണ്, പക്ഷെ അതിലേക്ക് എത്താൻ പറ്റത്തില്ല. പക്ഷെ മൊണാർക്കിയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് നല്ലത്. പ്രാക്ടിക്കൽ ഫോമും മൊണാർക്കിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ കുറെ കോഡ്സ് പറയുന്നുണ്ട്. കോഡ്സ് ഒക്കെ വായിച്ചു നോക്കുക. കോഡ്സ് എല്ലാം ചോദിക്കത്തൊന്നുമില്ല, എല്ലാം പഠിക്കുകയും വേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഈ കോഡ്സ് കാണുമ്പോൾ മാക്കിയവെല്ലി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് ഒരു PYQ തന്നിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ PYQസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഇത്ര സിമ്പിൾ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. മാക്കിയവെല്ലിയെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? ഇവിടെ നോട്ട് ട്രൂ കാണണേ, അവിടെയാണ് പ്രശ്നം. പല ആൾക്കാരും നോട്ട് ട്രൂ കാണത്തില്ല, കറക്റ്റ് കാണത്തില്ല. കറക്റ്റ് ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്, നോട്ട് കറക്റ്റ് ആയിരിക്കും എഴുതുന്നത്. ഇനി നോട്ട് കറക്റ്റ് ചോദിക്കും, കറക്റ്റ് എഴുതും. അങ്ങനെ തെറ്റിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ഓപ്ഷൻ എ ആണ് ശരി എന്ന് നമുക്കറിയാം, പക്ഷെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ ബി ആയി പോകും. ഇങ്ങനെ തെറ്റിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ എക്സാം അടുക്കുമ്പോൾ നമ്മൾ ഒരു അനാലിസിസ് സെഷൻ എന്ന് പറഞ്ഞൊരു സെഷൻ വെക്കും. അത് നിങ്ങൾക്ക് ഒരു കോളം വരച്ചൊക്കെ എഴുതാൻ പറയും. കോളം വരച്ചിട്ടൊക്കെ ഒരു ഐഡിയ, ഒരു ടെക്നിക്കൊക്കെ ഉണ്ട്. ആ ടെക്നിക്കൊക്കെ ഈ ഒരു മാസം തന്നെ നമ്മൾ പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യാനുള്ളത്. വലിയ എക്സാം ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ അതിലേക്കൊക്കെ വരണം. നമുക്ക് എല്ലാത്തിലും നമുക്ക് നമ്മളുടേതായ ഒരു രീതിയുണ്ട്. നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു രീതികളാണ് ഉണ്ടാകും. പക്ഷെ അതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവും, കൃത്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് നോക്കിയിട്ട് നടത്താം. മാക്കിയവെല്ലിയെ സംബന്ധിച്ച് കറക്റ്റ് ആവാത്ത ഇത്, മാക്കിയവെല്ലി വാസ് ഇൻഡിഫറന്റ് ടു എത്തിക്സ്. ഇൻഡിഫറന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ വേർഡുകൾ ചിലപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. എത്തിക്സിൽ വലിയ കാര്യമുണ്ടെന്ന് പറയുന്നില്ല, ഇൻഡിഫറന്റ് ആണ്. അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമുണ്ടെന്ന് പറയുന്നില്ല. ശരിയാണോ? മാക്കിയവെല്ലി വാസ് ഇൻഡിഫറന്റ് ടു എത്തിക്സ്. എത്തിക്സ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഓക്കെ ആണ് എന്നുള്ളതാണ് മാക്കിയവെല്ലി ഉദ്ദേശിക്കുന്നത്. ശരിയാണോ? ഉണ്ടായാലും ഇല്ലെങ്കിലും ഓക്കെ ആണ്. ശരിയാണോ? ഇതുവരെ കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഇതുവരെ പഠിച്ചതിൽ മാക്കിയവെല്ലി പറയുന്ന എത്തിക്സ് എന്ന് പറയുന്ന വലിയ കാര്യമാണെന്ന് മാക്കിയവെല്ലി എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. എത്തിക്സ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത്. എത്തിക്സ് ഉണ്ടാവാം, ഇല്ല, സ്ട്രിക്റ്റ് ഒന്നുമല്ല. ഇനി മാക്കിയവെല്ലി ഡിമാൻഡ് എ ഡബിൾ സ്റ്റാൻഡേർഡ് മൊറാലിറ്റി. ശരി തന്നെ, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് മൊറാലിറ്റി ആണ് മാക്കിയവെല്ലി പറയുന്നത്. ചില സമയത്ത് പറയുന്നു നിങ്ങൾ ലയൺ ആയിരിക്കണം, ചില സമയത്ത് പറയുന്നു ഫോക്സ് ആയിരിക്കണം. അതായത് ചില സമയത്ത് ഹോണസ്റ്റി വേണം, ചില സമയത്ത് നിങ്ങൾ കുറച്ച് ആൾക്കാരെ കുരുതി കൊടുത്താലും കുഴപ്പമില്ല, രാജ്യം നിലനിർത്തിയാൽ മതി. അപ്പൊ ഡബിൾ സ്റ്റാൻഡേർഡ്. അപ്പൊ ഇത് ശരിയാണ്. ഈ അഡ്വൈസർ ദാറ്റ് ഫോറിനേഴ്സ് ആർ ടു ബി വെൽക്കംഡ് ഇൻ ദ സ്റ്റേറ്റ്. ഇത് നമുക്ക് അറിയില്ല, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടില്ല, അപ്പൊ നമുക്ക് അറിയില്ല. അപ്പൊ ഇത് വട്ടായിട്ട് വയ്ക്കാം. ഓക്കെ, വിത്തൗട്ട് മിലിറ്ററി പവർ ദ സ്റ്റേറ്റ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് അച്ചീവിംഗ് പവർ. വിത്തൗട്ട് മിലിറ്ററി പവർ സ്റ്റേറ്റ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് അച്ചീവിംഗ് പവർ. ഇതും ഞാൻ PDF പറഞ്ഞിട്ടില്ല, ഇതും നമ്മളങ്ങനെ PDF പറഞ്ഞിട്ടുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു രാജ്യത്തിന് ഏറ്റവും പ്രധാനമായും മാക്കിയവെല്ലിയുടെ സെൻസിൽ നല്ല ഒരു രാജ്യം വേണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ വരേണ്ടത്? ഏറ്റവും കൂടുതൽ ഒരു മിലിറ്ററി പവർ വേണം എന്നായിരിക്കും പറയാം, മിലിറ്ററി പവർ വേണ്ടെന്നായിരിക്കും പറയാം. ഒരു രാജ്യം നിലനിർത്താൻ മിലിറ്ററി പവർ വേണ്ടേ? ഒരു രാജ്യം നിലനിർത്താൻ മിലിറ്ററി പവർ വേണം. ഒരു ലോജിക്കലി നമ്മൾ ഉദ്ദേശിക്കുക, മാക്കിയവെല്ലി പറയാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. നമ്മൾ PDF പറയുന്നില്ല, അങ്ങനെയൊന്നും പറയുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ അഡ്വൈസ്ഡ് ദ ഫോറിനേഴ്സ് ആർ ടു ബി വെൽക്കംഡ് ഇൻ ദ സ്റ്റേറ്റ്.
ഫോറിനേഴ്സിനെ എപ്പോഴും വെൽക്കം ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ തന്നെ ഒരു എന്താണ് കറക്റ്റ് എന്തോ ഒരു വെച്ച് കെട്ടിയ ഒരു ഫീൽ ഉണ്ട്. അതായത് ഇങ്ങനെ എന്താണ് ഒരു ഫില്ല് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഫീൽ ഉണ്ട്. ഇങ്ങനെ നമുക്ക് എത്തിക്കാൻ പറ്റും. ഇത് നമുക്ക് രണ്ടുപേർക്കും നോളജ് ഉണ്ട്. നമ്മൾ രണ്ട് ഓപ്ഷനും നമുക്ക് നോളജ് ഉണ്ട്, നമുക്ക് ശരിയായി അങ്ങ് വിട്ടു. പക്ഷെ ഇവിടെ നമുക്ക് ഡൗട്ട് വന്നു, ഈ രണ്ടിലും ഡൗട്ട് വന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കുക, മാക്കിയവെല്ലി ഇങ്ങനെ പറയാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക. വിത്തൗട്ട് മിലിറ്ററി പവർ ദ സ്റ്റേറ്റ് ഈസ് ഇൻകപ്പബിൾ ഓഫ് അച്ചീവിംഗ് പവർ. അപ്പൊ എന്തായാലും മിലിറ്ററി പവർ വേണമെന്നേ മാക്കിയവെല്ലി പറയാൻ കാര്യമുള്ളൂ. കാര്യം മാക്കിയവെല്ലിയുടെ നിങ്ങൾ എത്ര പേരെ കുരുതി കൊടുത്താലും, നിങ്ങൾ എത്ര പേരെ എന്ത് ചെയ്താലും അതിന് എന്തായാലും മിലിറ്ററി പവർ വേണം. ഒരു രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. അപ്പൊ മിലിറ്ററി പവർ വേണമെന്ന് പറയാനാണ് ഏറ്റവും ചാൻസ് കൂടുതൽ. പിന്നെ ഇതിനകത്ത് ചാൻസ് ഇല്ലാത്ത ഒരു സാധനം സി ആണ്. ഈ അഡ്വൈസർ ദ ഫോറിനേഴ്സിന് അഡ്വൈസ് ചെയ്യേണ്ട സംഭവങ്ങൾ ഉണ്ടാവണം നിർബന്ധം ഇല്ല. ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളിലേക്ക് എത്തുക. നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സെഷനിൽ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തത് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് ഞാൻ PYQ ഡിസ്കഷനിലേക്ക് വരാം. ഇത് ഞാനിങ്ങനെ ഉദാഹരണം കാണിച്ചു പോകുന്നു. ഞാൻ ഇതുവരെ ക്ലാസ് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് 1-2 ദിവസം ആവുന്നല്ലേ ഉള്ളൂ ക്ലാസ് എടുത്തത്. ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സെറ്റ് ആയിക്കോട്ടെ, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും ഒരു നേച്ചർ ഉണ്ട്. ആ നേച്ചർ പിടിക്കാൻ പറ്റണം. അറിവ് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയൊക്കെ പഠിക്കാൻ പറ്റും. ഉദാഹരണം പറയാൻ മാക്കിയവെല്ലിനെ കുറിച്ച് ഇത്ര പഠിക്കാൻ പറ്റും. പക്ഷെ മാക്കിയവെല്ലിനെ കുറിച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ലോജിക്കൽ തിങ്കിങ് നടത്തുക. ഓക്കെ, ഈ 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് എനിക്ക് എന്റെ അറിവുണ്ട്, പക്ഷെ ബാക്കി 2 സ്റ്റേറ്റ്മെന്റ് ഡൗട്ട് ഉണ്ട്. ഈ 2 സ്റ്റേറ്റ്മെന്റിൽ ഏറ്റവും കൂടുതൽ തെറ്റാൻ ചാൻസ് ഉള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. ഇനി ചില കാര്യങ്ങളിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ഒരു ഓപ്ഷൻ കിട്ടിയാൽ മാത്രം മതി. ചിലപ്പോൾ ആ ആൻസർ എല്ലാം ശരിയാവും. ഒരു ഓപ്ഷന്റെ ലോജിക് അറിയാമെങ്കിൽ എല്ലാ ആൻസറും ശരിയാകും. മാക്കിയവെല്ലി ഇങ്ങനെ പറയാനേ ചാൻസ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഓപ്ഷൻ കിട്ടിയാൽ ബാക്കിയെല്ലാം നമുക്ക് ശരിയാകുന്ന കണക്കായിരിക്കും ഫീൽ ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് ഇതിലേക്ക് എത്തിക്കാം. പക്ഷെ ഇതിനെ വേണ്ടതെന്താണ്? അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറച്ചെങ്കിലും പഠിച്ചു വെക്കണം, ബാക്കിയൊക്കെ നമുക്ക് ഓപ്ഷനിൽ പിടിക്കാം എന്നൊരു കോൺഫിഡൻസ് ആണ്. പക്ഷെ കുറച്ചുപോലും പഠിച്ചു വെക്കാതെ കാര്യങ്ങൾ നടക്കില്ല. കുറച്ച് പഠിച്ചു വെക്കണം, എന്തായാലും പഠിച്ചു വെക്കണം. അതിൽ നമ്മൾ അത്യാവശ്യം ഈ കൺസെപ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ നോക്കിയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ ആണോ? സോ നാളെ അല്ലാതെ എടുക്കാം. നാളെ ഞായറാഴ്ചയാണ്. സൺഡേ യൂഷ്വലി എനിക്ക് എത്ര നോക്കട്ടെ, ചിലപ്പോൾ ടൈം മാറുമായിരിക്കും. രാവിലെകളിൽ വെച്ചാൽ നിങ്ങൾ ഓക്കെ ആയിരിക്കും? രാവിലെ വെച്ചാൽ ഓക്കെ ആയിരിക്കും. രാവിലെ മീൻസ് ഒരു 10 മണി 11 മണി അങ്ങനെയൊക്കെ വെച്ചാൽ ഓക്കെ ആയിരിക്കും. ഓക്കെ ആയിരിക്കും. ഞായറാഴ്ച ആണ്ട് ചോദിക്കുന്നതാണ്, എനിക്കറിയില്ല. ഞായറാഴ്ച ഈവനിങ് ടൈം എനിക്ക് എടുക്കാൻ ഞായറാഴ്ച രാവിലെ വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? രാവിലെ വേണ്ട. രാവിലെ മീൻസ് അതിരാവിലെ അല്ല, ഇറ്റ് മീൻസ് 10-11 മണി അങ്ങനെ, അല്ലെങ്കിൽ ഈ സമയം തന്നെയാണോ പ്രിഫർ ചെയ്യുന്നത് എല്ലാവരും? ഈ ടൈം തന്നെയാണ് എല്ലാവരും പ്രിഫർ ചെയ്യുക? 6:45-7 മണി ആ ടൈം മതിയോ? എനിക്ക് ഉറപ്പില്ല. നാളത്തെ കാര്യം എനിക്ക് ഒരു ചെറിയ പണിയുണ്ട്. ഈ സമയമാണ്. എല്ലാവർക്കും ഒന്ന് അഭിപ്രായം പറയാം. എനി ടൈം ആയാലും കുഴപ്പമില്ല. നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ സമയം തന്നെ ഇതാക്കാൻ നോക്കാം. ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ ഇത്രയും ആൾക്കാർ കാണത്തില്ല. ഓക്കെ, അപ്പം ഈ സമയം തന്നെ വെക്കാൻ സാധിക്കും. ഓക്കെ ഓക്കെ, നടക്കട്ടെ. ഞാൻ ചോദിക്കുന്ന മെസ്സേജുകൾ അയക്കുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുക. എല്ലാം ഓക്കെ ആണെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് മെസ്സേജ് അയക്കുക. അപ്പോൾ അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.